നമസ്തേ. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പുത്തൻ പുലരി തുടങ്ങുകയാണ്. നമസ്തേ, ഞാൻ പ്രദീപ് പിള്ള. ഞാൻ രജനി. നമുക്ക് ആദ്യം തലക്കെട്ടുകളൊന്ന് കണ്ട് പെട്ടെന്ന് പ്രമുഖർക്ക് കുരുക്കുമുറുകുന്നു. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷിനും ജയസൂര്യക്കുമെതിരെ കേസ്. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ. കൂടുതൽ പേർക്കെതിരെ കേസെടുത്തേക്കും. സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. പീഡനം നടന്നു എന്നാരോപിക്കുന്ന മാസ്കറ്റ് ഹോട്ടലിലെ രേഖകൾ ശേഖരിക്കാൻ പോലീസ്. രഞ്ജിത്തിനെതിരെ വീണ്ടും ലൈംഗികാരോപണ പരാതി. കൊലക്കേസ് പ്രതിക്ക് കുടപിടിച്ച് CPM. അജികുമാർ ശിശുക്ഷേമ സമിതിയിലെ പദവിക്ക് പുറമെ CITU തലപ്പത്തും. ജീവനക്കാർക്കിടയിലും പ്രതിഷേധം. വയനാട്ടിലെ പുനരധിവാസം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ഇന്ന്. തിരച്ചിൽ ഇന്നും തുടരും. കേന്ദ്ര സംഘം ഇന്നെത്തും. കട്ടിംഗ് സൗത്ത് പ്രചാരണത്തിനെതിരെ കേസരിയുടെ മാധ്യമ കോൺക്ലേവ് ഇന്ന്. വിഘടനവാദമടക്കം ചർച്ചയാകും. തമിഴ്നാട് ഗവർണർ RN രവി ഉദ്ഘാടകൻ. ഇന്ന് ദേശീയ കായിക ദിനം. രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ പരിപാടികൾ. പുത്തൻ പുലരി ആഘോഷമാക്കാൻ ഇന്ത്യൻ 2020 ലോകകപ്പ് താരം ആശ ശോഭന. നമ്മൾ ആദ്യം ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാരണം ഇന്ന് ലോക കായിക ദിനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ തലക്കെട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പുത്തൻ പുലരി ആഘോഷമാക്കുവാൻ വേണ്ടി ആരുണ്ട്? ആശ ശോഭന, ഇന്ത്യൻ ലോകകപ്പ് താരം T20. ഒപ്പം മലയാളത്തിന്റെ ഏറ്റവും പുതിയ 2 അഭിമാന താരങ്ങളിൽ ഒരാൾ. ആ വാർത്തയിലേക്കൊക്കെ വരാം. അതിഥിയിലേക്ക് വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് പ്രധാനമായിട്ടും ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷം എല്ലാ പ്രമുഖരും കുരുക്കിലേക്ക് നീങ്ങുന്ന കാഴ്ച. കൊച്ചിയിൽ നടിയുടെ പരാതിയിൽ മുകേഷ് MLAക്കെതിരെയും നടൻ ജയസൂര്യക്കെതിരെയും പോലീസ് കേസെടുത്തു. ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പും ചുമത്തി. അതേസമയം ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും മുകേഷിനെ കൈവിടാതെ സംരക്ഷിക്കുകയാണ് സർക്കാർ. സംസ്ഥാന ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിയണമെന്ന സമ്മർദ്ദം ചെലുത്തേണ്ട എന്നാണ് തീരുമാനം. മുകേഷിനെ MLA സ്ഥാനത്ത് നിലനിർത്തുന്നതിൽ ഇടതുമുന്നണിയിൽ ഭിന്നാഭിപ്രായം ശക്തമാണ്. അതേസമയം തന്നെ മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ഇന്ന് കേസെടുത്തേക്കും. വിവരങ്ങൾ നൽകാനായിട്ട് തിരുവനന്തപുരത്ത് നിന്നും രശ്മി കാർത്തികയും ഒപ്പം കൊച്ചിയിൽ നിന്ന് മിഥുൻ മുരളിയും ചേരുന്നുണ്ട്. ആദ്യം തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. രശ്മി കാർത്തികയുണ്ട്. രശ്മി, നമസ്തേ. എന്തായാലും പ്രമുഖർക്ക് കുരുക്ക് മുറുകുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇന്ന് 10 ദിവസം തികയുകയാണ്. ഈ ജയസൂര്യക്കെതിരെയും അതുപോലെ തന്നെ മുകേഷിനെതിരെയും എപ്പോഴാണ് കേസെടുത്തത്? ഇത് സംബന്ധിച്ച് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയസൂര്യക്കെതിരെ പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മുകേഷിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ജയസൂര്യക്കെതിരെ കേസെടുത്തത് തിരുവനന്തപുരത്തെ കന്റോൺമെന്റ് പോലീസാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗികാതിക്രമം കാട്ടി എന്നീ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഈ 7 പേർക്കെതിരെയാണ് നടി ഇത്തരത്തിൽ ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിൽ സെക്രട്ടേറിയറ്റിൽ സിനിമാ ചിത്രീകരണത്തിനിടെ തന്നെ ലൈംഗികമായി അതിക്രമിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. അതിലാണിപ്പോൾ ജയസൂര്യക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതേ നടിയുടെ പരാതിയിൽ തന്നെ കൊച്ചിയിൽ മുകേഷിനെതിരെയും മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഏതായാലും ഇനി കേസ് എടുക്കാനുള്ളത് ഇടവേള ബാബു, മണിയൻപിള്ള രാജു എന്നിവർക്കെതിരെയാണ്. അവർക്കെതിരെയും ഉടൻ തന്നെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തേക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മുകേഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തന്നെ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു വിമർശനം പൊതുസമൂഹത്തിനിടയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധി
നടിയാണ്, അതുകൊണ്ട് തന്നെ MLA സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കേസെടുക്കാൻ എന്തുകൊണ്ട് ഇത്രത്തോളം വൈകുന്നു എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നൊരു സാഹചര്യമുണ്ട്. ഏതായാലും ആ ഒടുവിലാണ് ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരെത്തി നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജയസൂര്യക്കെതിരെയും സമാനമായ രീതിയിൽ നടിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് എടുത്തിരിക്കുന്നത്. മുകേഷിനെ ഈ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ മാറി നിൽക്കുക, അതിൽ സമ്മർദ്ദം ചെലുത്തേണ്ട, അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ ഒരു നിലപാട്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഭിന്ന അഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ സംരക്ഷിക്കുന്നത്, അത് വലിയ രീതിയിൽ പാർട്ടിക്ക് അപമതിപ്പുണ്ടാക്കുമെന്നുള്ള തരത്തിൽ ഒരു വിഭാഗം അത്തരത്തിലുള്ള ആരോപണം ഉയരുന്നു. മാത്രമല്ല ഈ മുകേഷിനെതിരെ നിരന്തരം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ പല ഘട്ടങ്ങളിലായി പലരും ഉന്നയിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ അതിക്രമിക്കാറുണ്ടായിരുന്നു എന്നുള്ള തരത്തിലൊക്കെ അന്ന് പരാതി നൽകിയിരുന്നതാണ്, അന്ന് ഈ അവർ സംസാരിച്ചിരുന്നതാണ്. അതൊക്കെ ഈ ഒരു നിലവിൽ അത് വലിയ രീതിയിൽ അതൊക്കെ ഉയർന്നു വരുന്നുണ്ട്, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ജനപ്രതിനിധിയായി ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തുകൊണ്ടാണ് ഈ ഒരു നിലപാട്, കേസ് എടുക്കുന്നതിലാണെങ്കിലും ഇത്രത്തോളം വൈകുകയും മറ്റു പല കാര്യങ്ങളിലാണെങ്കിലും സംരക്ഷിച്ചു നിർത്തുന്ന ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്നുള്ള തരത്തിൽ അത് വ്യാപകമായി അത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർക്കെതിരെ, മണിയൻപിള്ള രാജു ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. രജനി. തീർച്ചയായിട്ടും. എന്തായാലും ആദ്യം തന്നെ സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരാതി നൽകിക്കഴിഞ്ഞാൽ കേസ് എടുക്കും. ഇപ്പോൾ ആ ഒരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. 6 കേസുകൾ എറണാകുളത്തും 1 കേസ് തിരുവനന്തപുരത്തുമാണ് രജിസ്റ്റർ ചെയ്യുമെന്ന് പ്രത്യേക സംഘം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസ് എടുത്തിരിക്കുന്നത്. ഇനിയുള്ള തുടർ നടപടികൾ അത് എങ്ങനെയൊക്കെ ആയിരിക്കാം. ഒപ്പം രശ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോഴും മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇത്രയും അധികം ഗുരുതരമായ ആരോപണങ്ങൾ, അതായത് ഈ ഒരു ആരോപണ രേഖ പട്ടിക എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് മുകേഷ് MLAക്കെതിരെയാണ്. ലൈംഗികാരോപണങ്ങൾ 3 ലൈംഗികാരോപണങ്ങളാണ് ഓരോ നടിമാർ വീതം പറഞ്ഞിരിക്കുന്നതും. അപ്പോഴൊക്കെ തന്നെയും സംരക്ഷിച്ചു പോകുന്ന ഒരു നിലപാട് തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം സമരമൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു, അതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഒപ്പം ഈ കോൺക്ലേവ് നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ മാറ്റുമോ എന്ന് പോലും സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. അതായത് മാറി നിൽക്കുന്നതിന് വേണ്ടി സമ്മർദ്ദം ചെലുത്തേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ ഒരു നിലപാട്. തുടക്കം മുതൽ തന്നെ മുകേഷിനെ സംസ്ഥാന സർക്കാർ സംരക്ഷിച്ചു പോകുന്നു. ഒരു ജനപ്രതിനിധി, ഒരു MLA, അയാൾക്കെതിരെ ഇത്രത്തോളം ആരോപണങ്ങൾ ഉയരുന്നു. അപ്പോൾ ഉടനടി നടപടി സ്വീകരിക്കേണ്ട സർക്കാരാണ് ഇത്തരത്തിലുള്ളൊരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലാണെങ്കിലും തുടക്കം മുതൽ സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അത് ഇത്തരത്തിൽ പൂഴ്ത്തിവെച്ച് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് അത് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, പ്രമുഖരെ പരാമർശിച്ചുകൊണ്ടുള്ള ഖണ്ഡികകൾ, അത് വിവരാവകാശ കമ്മീഷൻ ഒഴിവാക്കേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും അത്തരത്തിൽ ഉള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള പാരഗ്രാഫുകൾ ഒഴിവാക്കി പിന്നീട് ഹേമ കമ്മിറ്റി സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിക്കുന്നു. ഇതിലൊക്കെ തന്നെ പ്രമുഖരെ സംരക്ഷിക്കാനുള്ള സർക്കാരിന്റെ ഒരു സമീപനമുണ്ട്. അത് ആ ഒരു സർക്കാരിന്റെ നിലപാട് എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. ഏതായാലും മുകേഷിനെ ഇത്തരത്തിൽ ഇതിൽ നിന്ന് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് ഉൾപ്പെടെ ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ കാര്യം. മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ ഒരു വിശദീകരണം പറയുന്നത് ഈ മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവർക്കെതിരെ ആരോപണം ഉയർന്നാൽ മാത്രം അവർ രാജിവെച്ച് അന്വേഷണത്തെ നേരിട്ടാൽ മതി. MLA സ്ഥാനത്ത് ഇരിക്കുന്നവർ അത്തരത്തിൽ രാജിവെച്ച് ഈ അന്വേഷണം നേരിടേണ്ട സാഹചര്യമൊന്നുമില്ല. അവർക്കെതിരെയുള്ള വിചാരണ തുടരട്ടെ. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കുറ്റം തെളിയിക്കപ്പെടുകയാണെങ്കിൽ അപ്പോൾ രാജിവെച്ചാൽ മതി എന്നുള്ള ഒരു നിലപാടാണ് സംസ്ഥാന സർക്കാർ. അത്തരത്തിൽ സംരക്ഷിച്ചു പോവുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ആദ്യം രഞ്ജിത്തിനെതിരെ കേസെടുത്തു, പിന്നീട് സിദ്ദിഖിനെതിരെ കേസെടുത്തു, ഇന്നലെ പിന്നീട് ജയസൂര്യക്കെതിരെ കേസെടുത്തു. ഇപ്പോൾ മുകേഷിനെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മരടിലെ സ്വകാര്യ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതാണ് നടിയുടെ പരാതി. വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിയാണ് ഇത്തരത്തിൽ നടിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ലൈംഗിക അതിക്രമം തുടങ്ങി ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം മുകേഷിനെതിരെ. രശ്മി തുടരുക. കൊച്ചിയിൽ നിന്ന് മിഥുൻ കൂടെ ചേരുന്നുണ്ട്. മിഥുൻ, രശ്മി പറഞ്ഞത് കേട്ട് കാണുമെന്ന് കരുതുന്നു. നേരത്തെ രഞ്ജിത്ത്, അതിന് പിന്നാലെ സിദ്ദിഖ്, അതിന് പിന്നാലെ
ജയസൂര്യ ഇന്നിപ്പോൾ രാവിലെ സിനിമാ ലോകം കേൾക്കുന്നത് മുകേഷിനെതിരെ കേസെടുത്തു എന്നുള്ളൊരു വാർത്തയാണ്. ഇനിയും നിരവധി പേർ ഇതിന് പിന്നിലുണ്ട്. അവർക്കൊക്കെ എതിരെ കേസുണ്ടാവും. പരാതികൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഈ സിനിമാ മേഖലയിൽ നിന്ന് വരുന്ന റെസ്പോൺസുകൾ എന്താണ്? ഇതുവരെയും ആരും ഒന്നും തന്നെ തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ സർക്കാർ ആ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. രജനി, എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷ് MLA-യും നടനുമായ മുകേഷിനെതിരെയാണ് മരട് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ രാത്രി 11 മണി വരെയാണ് എറണാകുളം സ്വദേശിയായ പരാതിക്കാരിയായ നടിയെ 2 വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായി മൊഴിയെടുത്തത്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നടപടിക്രമങ്ങളുടെ ഭാഗമായി മുകേഷിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇനി കേസിന്റെ ഭാഗമായി അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഉടൻ ഉണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ മുകേഷ് MLA സ്ഥാനം ഒഴിയണമെന്ന ആവശ്യവും വിവിധ കോണുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വരികയും ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ ഒരു പരിധിവരെ മുകേഷിനെ സംരക്ഷിക്കുന്ന നടപടിയുമാണ് സ്വീകരിച്ചിരുന്നത്. പല ഘട്ടങ്ങളിലും മറ്റ് പ്രതിപക്ഷ MLA-മാർക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായപ്പോൾ, ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ അവരൊന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറായില്ല. മന്ത്രിസ്ഥാനമുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോയാൽ മതി, MLA സ്ഥാനം ഒഴിവാക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടെടുത്തുകൊണ്ട് മുകേഷിനെ സംരക്ഷിക്കുകയായിരുന്നു സംസ്ഥാന സർക്കാർ. ഇനി മുകേഷ് പ്രതിയാകുമ്പോൾ, പ്രതിപട്ടികയിൽ ഉൾപ്പെടുമ്പോൾ എന്ത് നടപടിയാകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതോടൊപ്പം ഈ ലൈംഗിക അതിക്രമം നടത്തി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തുടങ്ങിയ വകുപ്പുകൾ, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആലുവയിലെ ഫ്ളാറ്റിൽ വെച്ച് പരാതിക്കാരിയായ നടിയെ ലൈംഗിക അതിക്രമം കാണിച്ചു എന്നാണ് ഈ നടി മൊഴി നൽകിയിരിക്കുന്നത്. സിനിമയിൽ അവസരങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു തന്നെ പീഡനം നടത്തിയത്, അതിക്രമം നടത്തിയതെന്നും മൊഴി നൽകിയിട്ടുണ്ട്. വിശദമായ മൊഴിയെടുക്കലായിരുന്നു ഇന്നലെ രാത്രി 11 മണി വരെ 2 വനിതാ ഉദ്യോഗസ്ഥരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തത്. കൃത്യമായ വിവരങ്ങൾ മൊഴിയായി ഈ നടി നൽകുകയും ചെയ്തിട്ടുണ്ട്, മുകേഷിനെതിരെ നൽകിയിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിവേഗത്തിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത് കൂടുതൽ ഘട്ടങ്ങളിലേക്ക്, നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ഒരു MLA-ക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമ പരാതി ഉയരുന്നു, കേസെടുക്കുന്നു, പ്രതിപട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഘട്ടത്തിൽ എന്താകും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാട്, MLA സംരക്ഷിക്കുന്ന നിലപാട് ഉണ്ടാകുമോ എന്നതൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നത്. മുകേഷ് ഉൾപ്പെടെ 4 നടന്മാരും 7 ആളുകൾക്കെതിരെയാണ് നടി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സിനിമാ മേഖലയിൽ നിന്നും രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് ഉണ്ടാവുക എന്നതും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയും ചെയ്യുന്നു. വരുന്ന മണിക്കൂറുകളിൽ നിർണായകമായ ചർച്ചകൾക്ക്, സംവാദങ്ങൾക്കെല്ലാം ഈ ഒരു വിഷയം മാറുകയും ചെയ്യും. തിരുവനന്തപുരത്ത് ജയസൂര്യയ്ക്ക് ഉൾപ്പെടെ അടക്കം കേസുകൾ രജിസ്റ്റർ ചെയ്ത നിലവിൽ നടപടികൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. 7 പേർക്കെതിരെയാണ് ഈ നടി മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത ഘട്ടത്തിലുള്ള ചർച്ചകൾ സമൂഹം വിലയിരുത്തുക ഏത് തരത്തിലായിരിക്കും, ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളായിരിക്കും സിനിമാ മേഖലയിൽ നിന്നും ഒപ്പം തന്നെ രാഷ്ട്രീയ മേഖലയിൽ നിന്നും ഉണ്ടാവുക എന്നതും നിർണായകമായ ഒരു ചോദ്യമായി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. രജനി, ശരി, മിഥുൻ ദയവായി കൊച്ചിയിൽ തുടരുക. രശ്മി കാർത്തികയിലേക്ക് ഒരിക്കൽ കൂടി. രശ്മി, ഇതിപ്പോ പരാതി വന്നു, കേസെടുത്തു, നിവൃത്തിയില്ലാതെ കേസെടുക്കുന്നു. പക്ഷേ 4-4.5 വർഷമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലുണ്ട്. തുടർച്ചയായി 2ാം വട്ടം ജയിച്ച അധികാരത്തിൽ വന്ന ഇതേ മുഖ്യമന്ത്രിയെ കണ്ടാണ് WCC അംഗങ്ങൾ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ബോധ്യപ്പെടുത്തിയത്. അന്ന് അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് മുഖ്യമന്ത്രിയും സർക്കാരും നൽകിയിരുന്നു. ഈ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച് ഇവിടുത്തെ നടിമാർ അടക്കമുള്ള ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന വനിതകളുമായി സംസാരിച്ച് വിശദമായ മൊഴിയെടുത്ത ശേഷം അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച്, അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, അതിനുള്ള പരിഹാര നിർദ്ദേശവുമായി ഒക്കെ ഹേമ കമ്മിറ്റി സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിന്മേൽ എന്ത് നടപടി ഇതുവരെ സർക്കാർ സ്വീകരിച്ചു? ഇപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി നിവൃത്തിയില്ലാതെ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് മാത്രം പരിഗണിച്ചുകൊണ്ട് ഇത് പുറത്തുവിടുന്നു. അപ്പോഴും വലിയ ജാഗ്രത കാണിച്ചു, വലിയ തരത്തിലുള്ള സംരക്ഷണം ഒരുക്കി. ആർക്കാണ്? പേരുകൾ പുറത്തു വരാതിരിക്കാൻ. ചില പേരുകൾ സ്വകാര്യത മാനിച്ച് മറച്ചു വയ്ക്കണം, ചില വിവരങ്ങൾ നൽകേണ്ടതില്ല എന്ന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിന്റെ മറപറ്റി ഒട്ടനവധി പേജുകൾ വെട്ടിമാറ്റിയ ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. അപ്പോൾ സർക്കാർ ആർക്കൊപ്പമാണെന്നുള്ള വലിയ ചോദ്യമല്ല ഇതിനെല്ലാം അപ്പുറം ഉയരുന്നത്.
പ്രദീപ്, സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണത്. പൊതുജനങ്ങൾക്കിടയിൽ തന്നെ, പൊതുസമൂഹത്തിനിടയിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഓരോ നടികളിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ സമർപ്പിച്ചത്. പക്ഷേ അത്തരത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും വർഷങ്ങളോളം അത് പൂഴ്ത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത്രത്തോളം സമയം, ഈ ഒരു വർഷങ്ങളോളം ഇത് പൂഴ്ത്തിവെച്ചത് പ്രമുഖരെ സംരക്ഷിക്കാനുള്ള ഒരു സർക്കാരിന്റെ ആ ഒരു നിലപാട് തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇത് വലിയ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ, അതായത് വിവരാവകാശ കമ്മീഷൻ ഉത്തരവ്, ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ചതിനു ശേഷം പിന്നീട് ഇത് ഹൈക്കോടതിയിൽ എത്തുന്നു. ഒടുവിൽ ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന സമയത്തും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഖണ്ഡിക എന്ന് പറയുന്നത് 96ാമത്തെ ഖണ്ഡികയാണ്. അതിൽ ഈ പ്രമുഖർ ലൈംഗികാതിക്രമം നടത്തി എന്നുള്ളതാണ് ഈ ഒരു ഖണ്ഡികയിൽ പറയുന്നത്. അതിനുശേഷമുള്ള തുടർന്നുള്ള ഭാഗങ്ങൾ, ഏതാണ്ട് 11ഓളം പാരഗ്രാഫുകൾ ഇത്തരത്തിൽ സർക്കാർ മനഃപൂർവ്വം വെട്ടിമാറ്റിയതിനു ശേഷമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അത് ഒഴിവാക്കണം എന്നുള്ള ഒരു കാര്യം ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നില്ല. സ്വകാര്യതയെ ബാധിക്കുന്ന, ഈ മൊഴി നൽകിയവരുടെ സ്വകാര്യതയെ ബാധിക്കുന്ന വിവരങ്ങൾ അത് ഒഴിവാക്കിയതിനു ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കാവുന്നതാണ്. അങ്ങനെ സ്വകാര്യതയെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഖണ്ഡികകൾ ഉണ്ടെങ്കിൽ അത് അപേക്ഷകർക്ക് അതിന്റെ ഒരു ലിസ്റ്റ് സമർപ്പിക്കണം, ലിസ്റ്റ് നൽകണം എന്നുള്ളൊരു കാര്യവും പ്രത്യേകം തന്നെ വിവരാവകാശ കമ്മീഷൻ ഉത്തരവിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇതൊന്നും തന്നെ പാലിക്കാതെ സർക്കാർ മനഃപൂർവ്വം തന്നെ ഈ ഒരു പ്രധാനപ്പെട്ട ഖണ്ഡികകൾ, അതായത് പ്രമുഖരുടെ പേര് വിവരങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരു 11ഓളം പാരഗ്രാഫുകൾ ഇത്തരത്തിൽ ഒഴിവാക്കിയതിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അതിനുശേഷം ഈ ഒരു കേസ് എടുക്കുന്നതിൽ ഹൈക്കോടതിയുടെ മേൽ ഈ ഒരു ഇത് പഴിചാരിക്കണം. അതായത് ഹൈക്കോടതി തീരുമാനമെടുക്കട്ടെ, കേസ് എടുക്കാനും അതിന്റെ തുടർന്നുള്ള അന്വേഷണമൊക്കെ ആണെങ്കിലും ഹൈക്കോടതിയുടെ ഉത്തരവ് വരട്ടെ, അതിനുശേഷം നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ നിലപാട്. വീണ്ടും നേരിട്ട് പരാതി നൽകുകയാണെങ്കിൽ, ഈ ലൈംഗിക അതിക്രമം നേരിട്ട നടികൾ നേരിട്ട് പരാതി നൽകുകയാണെങ്കിൽ കേസെടുക്കാം എന്നുള്ള ഒരു നിലപാടിലേക്ക് പിന്നീട് ഈ സർക്കാർ എത്തുന്നു. ഏതായാലും നടിമാരെല്ലാം തന്നെ നേരിട്ട് എത്തുകയും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇത്തരത്തിൽ കൃത്യമായി പരാതിയായി പറയുകയും അവർ മൊഴി നൽകുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ മറ്റു നിർവാഹം ഒന്നുമില്ലാതെ ഒടുവിലാണ് ഇപ്പോൾ കേസെടുക്കുന്ന നിലയിലേക്ക് FIR രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുന്നത്. ആദ്യം ഈ രഞ്ജിത്തിനെതിരെ കേസ് എടുക്കുന്നു, അതിനുശേഷം സിദ്ദിഖിനെതിരെ കേസെടുക്കുന്നു, പിന്നീട് ജയസൂര്യക്കെതിരെ കേസെടുക്കുന്നു. ജയസൂര്യ സെക്രട്ടേറിയറ്റിൽ ഇത്തരത്തിൽ നടിയോട് ലൈംഗികാതിക്രമം നടത്തി എന്നുള്ള ഒരു പരാതിയാണ്. അതിലാണ് കന്റോൺമെന്റ് പോലീസ്, തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് നടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് മുകേഷിനെതിരെ, ഇപ്പോൾ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാട്, ഇപ്പോൾ MLA സ്ഥാനത്ത് നിന്നും ആ ഒരു രാജി ആവശ്യം വളരെ ശക്തമായി പല തലങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്. പല തലങ്ങളിൽ ഈ ഒരു ആരോപണം ഒന്നല്ല, ഒന്നിൽ കൂടുതൽ ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. മാത്രമല്ല, മുകേഷിന്റെ ആദ്യ ഭാര്യ ഇതേ രീതിയിൽ ലൈംഗിക അതിക്രമം നടത്തി അവരോടുള്ള ആ ഒരു അതിക്രമ പരമ്പരകൾ ഉൾപ്പെടെ നിലവിൽ ഈ ഒരു സമയത്ത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരാൾ ഈ ഒരു MLA സ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ? അദ്ദേഹത്തെ മാറ്റി നിർത്തേണ്ടതല്ലേ? ആർക്കെതിരെ ആരോപണം ഉയർന്നാലും അവർ ആ സ്ഥാനത്ത് നിന്നും മാറി നിന്ന് അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. അത് എല്ലാവരും പൊതുവിൽ ചലച്ചിത്ര മേഖലയിൽ ഉൾപ്പെടെയുള്ള പല ആളുകളും, ഈ ജഗദീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നോട്ട് വെച്ച കാര്യമാണ്. പക്ഷേ ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു നിലപാട് മന്ത്രിക്കെതിരെ ആരോപണം ഉയർന്നാൽ മാത്രം മാറി നിന്നാൽ മതി. നേരത്തെ മറ്റ് MLA മാർക്കെതിരെയൊക്കെ ആരോപണം ഉയർന്നിട്ടുണ്ടല്ലോ, അവർ അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടല്ലേ വിചാരണ നേരിട്ടത്? ഇങ്ങനെയുള്ള പല ന്യായീകരണങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കുന്നത്. ഏതായാലും ജനപ്രതിനിധിയായ ഒരാൾക്കെതിരെ ഒന്നിൽ കൂടുതൽ ആരോപണങ്ങൾ ഇതേ രീതിയിൽ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ മുകേഷിന്റെ രാജി ആവശ്യം വളരെ ശക്തമായി ഉയരുന്നുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ രാജിവെക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടുന്നത്. പ്രദീപ്, രശ്മിയിലേക്ക് വരാം. ഒരിക്കൽ കൂടി മിഥുൻ മുരളിയിലേക്ക് പോവുകയാണ്. മിഥുൻ, ഇതിപ്പോൾ തുടരെ പരാതികൾ വരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പല പരാതികളും അല്ലെങ്കിൽ പരാതിക്ക് ആസ്പദമായ സംഭവങ്ങൾ നടന്നതായി ആരോപിക്കപ്പെടുന്നത് 5, 8, 10, 15 വർഷം മുമ്പാണ്. അപ്പൊ സ്വാഭാവികമായി ഉയരുന്ന ഒരു ചോദ്യം, ഇതുവരെ എന്തുകൊണ്ട് ഇവരാരും പരാതി നൽകിയില്ല? അന്നില്ലാത്ത ഒരു സംരക്ഷണവും ഇപ്പോൾ ഉറപ്പ് നൽകുന്നുമില്ല. ഇത് സംബന്ധിച്ച വിവരങ്ങൾ, ഇങ്ങനെയൊക്കെ ചില ആരോപണങ്ങൾ, ചില പിന്നാമ്പുറ കഥകളൊക്കെ എല്ലാവർക്കും എല്ലാ കാലത്തും അറിയാമായിരുന്നതുമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതെല്ലാം കൂടി ക്രോഡീകരിച്ച് ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകി. അതിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുറത്തുവിട്ടതിന് ശേഷമുണ്ടായ വിവാദ പരമ്പരയ്ക്കിടയിൽ പരാതിയില്ലാതെ നടപടിയെടുക്കാനാവില്ല എന്നുള്ള നിലപാട് പോലീസ് സ്വീകരിച്ചു.
അതിന് പിന്നാലെയാണ് ഏതാനും പേർ പരാതിയുമായി രംഗത്ത് വരുന്നത്. അതിൽ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തവർ കൂടി വരുന്നു എന്ന് തുറന്ന് പറയേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റൊരു വ്യാഖ്യാനം നൽകിയിട്ട് കാര്യമില്ല. അപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കേസ് എടുക്കില്ല എന്ന്. അപ്പൊ എന്തിനപ്പോൾ കമ്മിറ്റി വെച്ചു? എന്തിനാ കമ്മിറ്റി വെച്ചു? അതല്ല, സാങ്കേതികമായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാർ ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ പറയുന്ന ഇരകൾ എന്ന് ബാധിക്കുന്നത്. അതല്ലെങ്കിൽ അവിടെ ഇത്തരം മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ നേരിട്ട വനിതാ സിനിമാ പ്രവർത്തകർക്കൊപ്പമാണ് എന്നുള്ള വാക്കിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നടപടിയെടുത്തു? അതിന്മേൽ, ഈ റിപ്പോർട്ടിന്മേൽ തുടർന്നൊരു കമ്മീഷനെ വയ്ക്കാനോ അല്ലെങ്കിൽ പരിഹാരം തേടാനോ ഒന്നുമില്ല. എല്ലാ സ്ഥാപനത്തിലും ഉള്ളതുപോലെ തന്നെ ഒരു കമ്മിറ്റിയെ വയ്ക്കാൻ തീരുമാനിച്ചു, ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി. അതിനപ്പുറം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. മിഥുൻ, ഈ പരാതികളുടെ ഒരു വിശ്വാസ്യത എത്രത്തോളമുണ്ട്? അതല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ പ്രത്യേക തരത്തിൽ ഉള്ള ചില പരാതികൾ വരുന്നു? 2, അമ്മ നേതൃത്വത്തെ കൃത്യമായി ലക്ഷ്യമിടുന്നു എന്നൊരു തോന്നൽ, അങ്ങനെ ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. സിനിമാ ലോകത്ത് തന്നെയുള്ള മറ്റേതെങ്കിലും ഒരു വിഭാഗം, അതല്ലെങ്കിൽ മറ്റൊരു സമ്മർദ്ദ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒരു മാഫിയ ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും ചില ഉദ്ദേശങ്ങളോടുകൂടി? പ്രദീപ്, ഈ ചോദ്യവും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. എന്തുകൊണ്ട് പരാതികൾ ഇപ്പോൾ വ്യാപകമായി ഉയർന്നു? ഈ പരാതികൾക്ക് എത്രമാത്രം കഴമ്പാണുള്ളത്? ഇതിന് പിന്നിൽ ഈ പരാതികൾ ഉന്നയിപ്പിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള സംഘം പ്രവർത്തിക്കുന്നുണ്ടോ? ഇതിന്റെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നത് പ്രധാന ചോദ്യമായി ഉയർന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതുവരെയും ഈ 5 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഈ പരാതികളൊന്നും ഉയർന്നു വരാത്ത സാഹചര്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതിനോട് അനുബന്ധമായ പരാതികൾ, ലൈംഗിക അതിക്രമ ചൂഷണ പരാതികൾ, സംഭവങ്ങൾ എല്ലാം നിരന്തരമായി ഉയർന്നു വരുമ്പോഴാണ് ഇതുപോലെയുള്ള, ഇപ്പോൾ പ്രദീപ് ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയും ചെയ്യുന്നത്. അപ്പോൾ പറയുന്ന മറുപടി, ഈ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന, പരാതികൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന വിഭാഗം പറയുന്ന മറുപടി ഇങ്ങനെയാണ്: ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ പ്രതികരിക്കാൻ സ്ത്രീകൾക്ക് കൂടുതൽ ധൈര്യം ഉണ്ടാകുന്നത്. പല നടന്മാരും, സിദ്ദിഖ് ഉൾപ്പെടെ, ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം എന്ന നിലയിൽ പ്രതികരിച്ചപ്പോൾ സിദ്ദിഖ് ഉൾപ്പെടെ പറഞ്ഞത് 40 വർഷത്തോളം സിനിമാ മേഖലയിൽ നിലനിന്ന ആളാണ്. എന്നെങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞത് പല കാര്യങ്ങളും അറിയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരുന്നു. സിനിമാ മേഖലയിൽ സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടക്കുന്നു എന്ന് തനിക്ക് പോലും അറിയില്ലായിരുന്നു. ഞെട്ടലുളവാക്കുന്ന കാര്യമാണ് സിനിമാ മേഖലയിൽ നടക്കുന്നതെന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന മാധ്യമ വാർത്തകളിലൂടെയൊക്കെ താനും തിരിച്ചറിയുന്നു എന്നതാണ് സിദ്ദിഖ് ഉൾപ്പെടെയുള്ള സിനിമയിലെ മുൻനിര താരങ്ങൾ ഉൾപ്പെടെ പ്രതികരിച്ചപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നത്. അതായത് ഈ സിനിമാ മേഖലയിലുള്ള പല കാര്യങ്ങളും പുറത്തു പറയാൻ സ്ത്രീകൾ മടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി, പരാതികളുമായി മുന്നോട്ട് വന്നാൽ അവരുടെ അവസരങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തി, അവരെ ഭീഷണിപ്പെടുത്തി നിലയ്ക്ക് നിർത്തുന്ന സ്ഥിതിവിശേഷം ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. 15 പേർ അടങ്ങുന്ന ആ ഒരു പവർ ഗ്രൂപ്പാണ് ഈ സിനിമാ മേഖലയെ അടക്കി ഭരിക്കുകയും അവരുടെ ഇംഗിതങ്ങൾക്ക് വഴങ്ങാത്തവരെ പലതരത്തിൽ ചൂഷണത്തിനും ഒപ്പം തന്നെ ഭയപ്പെടുത്തി നിരാലംബരാക്കി മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും ആയിട്ട് ഈ ഒരു വിഭാഗത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ പറയുന്നത് പേടി കൊണ്ടായിരിക്കാം, ഭയം കൊണ്ടായിരിക്കാം ഈ സ്ത്രീകളൊന്നും പരാതികളുമായി മുന്നോട്ട് വരാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇനി ഏതെങ്കിലും പരാതിയുമായി പോലീസ് സ്റ്റേഷനെയോ മറ്റ് നിയമ നടപടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ ഒതുക്കി നിർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടായിരിക്കാം സ്ത്രീകൾ ആരോപണങ്ങൾ നേരത്തെ ഉന്നയിക്കാതിരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ധൈര്യം ലഭിച്ചിരിക്കാം. അതുകൊണ്ട് കൂടുതൽ പരാതികൾ, കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ഒരു തന്റേടം സ്ത്രീകൾക്ക് ലഭിച്ചിരിക്കാം. ലൈംഗിക അതിക്രമത്തിന് വിധേയരായിരിക്കുന്ന ആളുകൾക്ക് ഉണ്ടായി മാറിയിരിക്കാം എന്നുള്ള ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ഒരു ചോദ്യത്തിന് പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പരാതികൾ വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധമായിട്ടുള്ള കൂടുതൽ പരാതികൾ വരുന്നു, കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകുന്നു, അതിൽ കേസെടുക്കുന്നു, നടപടികൾ തുടർന്നു പോകുന്നു. എന്തായാലും ഈ പരാതികൾ എത്രത്തോളം വാസ്തവം, എത്രത്തോളം കഴമ്പ് ഉണ്ട് എന്നതൊക്കെ അടുത്ത മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണങ്ങൾ വരുന്ന ഘട്ടത്തിൽ സാധ്യമാവുകയും പ്രതികൾക്കെതിരെ കൃത്യമായ നിയമ നടപടികളിലേക്ക് ഇനി ഒരിക്കൽ കൂടി സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു സ്ഥിതിവിശേഷം സംജാതമാക്കാൻ ഇതിനൊരു അവസരം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ പരാതികളൊക്കെ തന്നെ സിനിമയിൽ ഒരു ശുദ്ധികലശത്തിന് കാരണമാകട്ടെ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതെ, ഏത് മേഖല എന്ന പോലെ തന്നെ ഈ നമ്മൾ സ്ത്രീ വിമോചനം, സ്ത്രീ സ്വാതന്ത്ര്യം, സമത്വം, നവകേരളം ഒക്കെ പറയുമ്പോഴും ഇതാണ് അവസ്ഥ എന്നുള്ളത്. അത് ഏറ്റവും ഗ്ലാമർ, ഏറ്റവും സ്വാധീനമുണ്ട് എന്ന് നമ്മൾ കരുതുന്ന
താരങ്ങൾക്ക് പോലും രക്ഷയില്ല എന്നുള്ളൊരവസ്ഥ ഒരിക്കലും ഹേമ അംഗീകരിക്കാനാവുന്ന കമ്മിറ്റി റിപ്പോർട്ടിൽ സ്ഥിതിയല്ല. പറയുന്നത് പോലെ തന്നെ തിളങ്ങുന്ന താരങ്ങൾക്ക് അത്ര തിളക്കമില്ല എന്ന് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നു. ഒപ്പം ഇനി അറിയേണ്ടത് കേസ് എടുത്തിട്ടുണ്ട് മുകേഷിനെതിരെ. ഇനി സർക്കാർ എന്ത് നടപടി എടുക്കും, MLA സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുമോ എന്നടക്കമുള്ളതാണ് ഈ ഇപ്പോഴും പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ചൊക്കെ തന്നെ ലോകം നോക്കിക്കാണുന്നത്, രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്ന ഒരു കാരണം കൂടെ അതാണ്. ഇനി അത് വരും മണിക്കൂറുകൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കുന്നത്. കറക്റ്റ്. നമുക്ക് എന്തായാലും ഇപ്പോൾ ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം രാജ്യാന്തര വാർത്തകളുമായി, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ നേരിടുന്ന വൻ വെല്ലുവിളി സംബന്ധിച്ച അപ്ഡേറ്റ്സുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഐസൻ ജോസ് ചേരും. പിന്നാലെ റാപ്പിഡ് ന്യൂസ്, അതിന് പിന്നാലെ നമ്മുടെ വിശിഷ്ടാതിഥിയുമായി നമുക്ക് ദേശീയ കായിക ദിനവും ആഘോഷിക്കാം. ഇടവേള. നേരത്തെ പറഞ്ഞ പോലെ ബലൂചിസ്ഥാൻ വാർത്തകളിലേക്കാണ് പോകുന്നത്. കലാപം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. 14 പാക് സൈനികർ കൊല്ലപ്പെട്ടതായിട്ടാണ് പാകിസ്ഥാൻ അധികൃതർ വ്യക്തമാക്കുന്നത്. കലാപത്തിൽ ഇതുവരെ 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കൊച്ചിയിലെ പാലം തകർത്തതിനെ തുടർന്ന് പാകിസ്ഥാനിൽ റെയിൽവേ സംവിധാനം താറുമാറായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, നമസ്തേ. ബലൂചിസ്ഥാനിൽ സ്ഥിതി അതീവ ഗുരുതരമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ഇതിൽ ഒരു നയതന്ത്ര ഇടപെടൽ അനിവാര്യമായിട്ട് വരുന്നു. അതിലേക്കൊക്കെ തന്നെ കടന്നിട്ടുണ്ടോ? എന്താണ് പറയുന്നത്? രജനി, തീർച്ചയായും ഈ ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾ സങ്കീർണമാവുകയാണ് എന്ന കാര്യത്തിൽ നമുക്ക് രണ്ടാമതൊരു അഭിപ്രായം തേടേണ്ടതില്ല എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബൊലാനിലുണ്ടായ ആ സ്ഫോടനത്തിൽ ആ റെയിൽ കണക്ടിവിറ്റി, കൊറ്റയിലെ റെയിൽ കണക്ടിവിറ്റി മൊത്തമായി തകർന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ ഈ ബലൂചിസ്ഥാൻ മേഖലകളിൽ നിന്നും മറ്റു മേഖലകളിലേക്കുള്ള റെയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല പ്രദേശങ്ങളിൽ നിന്നുള്ള ട്രക്കുകളിൽ വരുന്ന ചരക്കുകളെല്ലാം തടയുന്നു, ട്രക്കുകൾ കത്തിക്കുന്നു. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിലും ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ പോലുള്ള സംവിധാനങ്ങൾ, അതായത് പാകിസ്ഥാനിലെ റോഡ് കണക്ടിവിറ്റി, ചൈനയുമായി ചേർന്നുള്ള റോഡ് കണക്ടിവിറ്റിയുടെ ഭാഗമായുള്ള ചില നീക്കങ്ങളുടെ ഒരു എതിർപ്പിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ശക്തമായ പ്രതിഷേധം തുടരുന്നത്. ചൈനയ്ക്ക് ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നൊരു സാഹചര്യം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. നേരിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകുന്നൊരു സാഹചര്യം ഉണ്ടായി ഈ അടുത്ത ദിവസങ്ങളിൽ എന്നതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒരു നയതന്ത്ര ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ നിലനിൽക്കുന്ന ഭാരതത്തിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്നത് കൊണ്ട് കൂടുതൽ ശക്തമായി ചൈന നിലപാടെടുക്കുന്ന ഒരു ബന്ധം ആ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുമ്പോൾ ബലൂചിസ്ഥാനിൽ ശക്തമായ എതിർപ്പ് അതിനെതിരെ തുടരുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100-ലേറെ കടന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്നാൽ പാകിസ്ഥാൻ പട്ടാളമെല്ലാം വളരെ കൃത്യമായി സ്ഥിരീകരിക്കുന്ന വിവരങ്ങളനുസരിച്ച് 14 പട്ടാളക്കാരും അതുപോലെ തന്നെ 21-ലേറെ സിവിലിയൻസും മരിച്ചു എന്ന റിപ്പോർട്ടുകളാണ് അവസാനം മാത്രം വന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനിൽ നിന്നും സൈന്യവുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നും തന്നെ കാര്യമായി പുറത്തു വരാത്തൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് തീർച്ചയായും ഈ ബലൂചിസ്ഥാൻ്റെ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ എടുക്കുന്ന നിർണായകമായ ചില നയതന്ത്ര നിലപാടുകളുടെ ഭാഗമായി തന്നെയാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഒരു നയതന്ത്ര ഇടപെടൽ ഏത് രീതിയിൽ സാധ്യമാകുമെന്നത് സംബന്ധിച്ച് നിലവിൽ ഒരു ഉത്തരം ലഭിക്കാത്ത അവസ്ഥയിലാണ് അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാവരും തന്നെ ഉള്ളത്. കാരണം ബംഗ്ലാദേശിൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമായി അതിനെ പാകിസ്ഥാൻ്റെ ഒരു ആഭ്യന്തര പ്രശ്നമായി അതിനെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതിലൊരു അന്താരാഷ്ട്ര ഇടപെടലോ അല്ലെങ്കിൽ ഒരു സമാധാന പാലനത്തിനുള്ള നീക്കങ്ങളോ സാധ്യമാവുക നിലവിലെ സാഹചര്യത്തിൽ ഉടൻ അന്താരാഷ്ട്ര ധാരണകൾ പ്രകാരം ഇല്ല എന്നത് തന്നെ ആ വസ്തുതയായി തുടരുകയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ വിഷയത്തിലൊരു ഇടപെടൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റ് സമ്മർദ്ദ ഭാഗങ്ങളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടതുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായി ഉണ്ടാകുന്നു എന്നത് അതീവ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഭാരതവുമായി നയതന്ത്ര ബന്ധം, ഇടപെടൽ, അത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ വളരെയധികം റിസർവ്ഡായ ഒരു നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാനെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഒരിക്കലും സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ബലൂചിസ്ഥാനിലെ ആ ജനങ്ങൾ, ബലൂചിസ്ഥാൻ ജനതയ്ക്ക് അനുകൂലമായ നിലപാടുകൾ, ബലൂചിസ്ഥാനിലെ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ പരമ്പരാഗതമായ പ്രദേശത്ത് താമസിക്കുന്നവരുമായുള്ള ഒരു ഐക്യപ്പെടൽ ഭാരതത്തിനുണ്ട് എങ്കിൽ കൂടി അതിൽ ഇടപെടാനുള്ള സാധ്യത ഭാരതത്തിനില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ ബലൂചിസ്ഥാനിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിലെ മറ്റ് പ്രദേശങ്ങളിലെല്ലാം തന്നെ ശക്തമായ പ്രതിഷേധം പാകിസ്ഥാനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ബലൂചിസ്ഥാനോട് ഒരു അടിസ്ഥാനപരമായി അടുപ്പമുള്ള നിലപാട് ഭാരതം സ്വീകരിക്കുന്നുവെന്ന് അന്താരാഷ്ട്ര വേദികളിലെല്ലാം തന്നെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ പാകിസ്ഥാൻ സ്വീകരിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, ചൈനയ്ക്ക് കൃത്യമായ മുന്നറിയിപ്പും ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി നൽകുന്നൊരു സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലുകളൊന്നും പെട്ടെന്നുണ്ടാകാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി കാണാനുമാവില്ല. എന്തുതന്നെയായാലും ഈ പ്രശ്നം ശക്തമായി നിലനിൽക്കുന്ന
ശക്തമാകുന്നു, ബലൂചിസ്ഥാൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരം ശക്തമാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണുള്ളത്. അത് രക്തച്ചൊരിച്ചിലേക്ക് തുടർച്ചയായി നീങ്ങുന്നു എന്നത് വലിയൊരു അന്താരാഷ്ട്ര മാനവിക പ്രശ്നമായി ഉയരുന്നതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. രജനി, ഐസൻ, ഇതിൽ പാകിസ്ഥാൻ നേരിടുന്ന വെല്ലുവിളി ചെറുതല്ല. പാകിസ്ഥാനും പാകിസ്ഥാനിലെ ISIയും പ്രത്യേകിച്ച് നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങൾ ഭാരതത്തിൽ എവിടെയൊക്കെ കുഴപ്പമുണ്ടാക്കാം, ഭാരതത്തിൽ എവിടെ ഭിന്നിപ്പുണ്ടാക്കാം, ഭാരതത്തിൽ എങ്ങനെയൊക്കെ ഭാരതത്തിലേക്ക് തീവ്രവാദികളെ അല്ലെങ്കിൽ അവർ വിവിധ പേരുകൾ പറഞ്ഞ് ജിഹാദികളെ കയറ്റിവിടാം എന്നുള്ളതായിരുന്നു. ആ പാകിസ്ഥാൻ ഇപ്പോൾ വിതച്ചത് കൊയ്യുകയാണ് ഒരു ഭാഗത്ത്. രണ്ട്, പാകിസ്ഥാൻ ബലം പിടിച്ച് ഇവരെ പിടിച്ചെടുത്ത് ഈ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാക്കുമ്പോൾ അവർക്ക് നൽകിയിരുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു. അതായത് ആ പ്രദേശത്തെ പ്രകൃതി നിക്ഷേപം, ധാതു നിക്ഷേപം, അവിടുത്തെ പ്രകൃതി വിഭവങ്ങൾ, ഇതിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന വരുമാനം അവർക്ക് കൂടി ഉപയോഗപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതിലൊക്കെ വഞ്ചിക്കപ്പെട്ട ഒരു ജനതയുടെ സ്വാഭാവികമായ ഒരു പൊട്ടിത്തെറിയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അതുവഴി പാകിസ്ഥാനും ചൈനയും ചേർന്നൊരു ഗൂഢനീക്കത്തിലൂടെ സാമ്പത്തിക ഇടനാഴി എന്നുള്ള പേരിൽ ഗ്വാദർ തുറമുഖത്തേക്ക് കെട്ടിപ്പൊക്കിയിരുന്ന ആ വലിയ ഹൈവേ അല്ലെങ്കിൽ ബൈപ്പാസ് അത് രണ്ടായി മുറിച്ചിരിക്കുകയാണ്. മർമ്മത്തിൽ തന്നെ അടി കൊടുത്തിരിക്കുകയാണ് ബലൂചിസ്ഥാനിലെ വിമോചന പോരാളികൾ. എന്തായാലും സമയം അതിക്രമിച്ചുകൊണ്ട് ഈ ചർച്ചയിലേക്ക് ഈ ചർച്ച നമുക്ക് 8 മണിക്ക് ശേഷം തുടരാം. ഇതും ബംഗ്ലാദേശും അടക്കമുള്ള വിഷയങ്ങൾ. ഇപ്പോൾ പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം. പുത്തൻ പുലരി തുടരുകയാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി മാന്ത്രികൻ ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ കായിക പാരമ്പര്യം ആഘോഷിക്കുന്നതിനും ഇന്ത്യൻ കായിക പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് ഈ ദിനം. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് കായിക ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ കായിക പാരമ്പര്യം ആഘോഷിക്കുന്നതിനും ഇന്ത്യൻ കായിക പ്രതിഭകളെ ആദരിക്കുന്നതിനുമാണ് ഈ ദിനം. 1905 ഓഗസ്റ്റ് 29 അലഹബാദിൽ ജനിച്ച ധ്യാൻചന്ദ് ഇന്ത്യൻ ഹോക്കിയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 22 വർഷത്തെ കരിയറിൽ താരം 400 ഗോളുകൾ നേടുകയും 3 ഒളിമ്പിക് മെഡലുകൾ സ്വന്തമാക്കുകയും ചെയ്തു. 1928, 1932, 1936 എന്നീ വർഷങ്ങളിൽ ഹോക്കിയിൽ ഒളിമ്പിക്സ് മെഡൽ സ്വന്തമാക്കിയ ധ്യാൻചന്ദ് ഹോക്കി മാന്ത്രികൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 2012 മുതലാണ് അതുല്യനായ ഹോക്കി മാന്ത്രികന്റെ പേരിൽ രാജ്യം കായിക ദിനം ആചരിക്കാൻ തുടങ്ങിയത്. 1956 പത്മഭൂഷൺ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ധ്യാൻചന്ദിനോടുള്ള ആദരസൂചകമായി ഡൽഹിയിലെ നാഷണൽ ഹോക്കി സ്റ്റേഡിയം 2002 മേജർ ധ്യാൻചന്ദ് ഹോക്കി സ്റ്റേഡിയം എന്ന് പുനർനാമകരണം ചെയ്തു. ഹോക്കി ഇതിഹാസത്തിന്റെ പേരിൽ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡും എല്ലാ വർഷവും നൽകി വരുന്നുണ്ട്. ലോക കായിക വേദികളിൽ അടുത്തിടെ വലിയ കുതിപ്പുകളാണ് ഇന്ത്യ നടത്തിയത്. T20 ക്രിക്കറ്റ് ലോകകപ്പ് കിരീട നേട്ടവും പാരീസ് ഒളിമ്പിക്സിലെ മെഡൽ കൊയ്ത്തുമെല്ലാം അതിന് ഉദാഹരണമാണ്. ഹോക്കിയിൽ മാന്ത്രികത കൊണ്ടുവന്ന ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഗോളടി യന്ത്രമായിരുന്ന ധ്യാൻചന്ദ് എന്ന കായിക താരത്തിന്റെ സംഭാവനകൾ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് രാജ്യം ഇന്ന്. സ്പോർട്സ് ഡെസ്ക്, ജനം. നമ്മുടെ കായിക ദിനം ആഘോഷിക്കാനായി നമുക്കൊപ്പം ഉള്ളത് നമ്മുടെ ഒരു പുതിയ താരം, വിശിഷ്ട അതിഥി, വനിതാ 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടി മലയാളികളുടെ അഭിമാനമായി മാറിയ ആശാ ശോഭനയാണ് ഇന്നത്തെ അതിഥി. തയ്യാറുകൾക്കിടയിൽ പുതിയ ദൗത്യത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കാനായി കായിക ദിനത്തിൽ ജനൻ TVയോടൊപ്പം ചേരുകയാണ് ആശ ഇവിടെ സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. പക്ഷെ ആശയിലേക്ക് പോകുന്നതിന് മുമ്പ് നീലക്കുപ്പായം അണിഞ്ഞ് ഇന്ത്യൻ കുപ്പായത്തിൽ കളിച്ച ശേഷം മടങ്ങിയെത്തിയ ആശയോട് ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ചോദ്യവും ഉത്തരവും ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഇന്ത്യൻ ടീമിൽ എത്താന്നുള്ള വലിയൊരു സ്വപ്നമായിരുന്നു, അത് യാഥാർത്ഥ്യമായി. ഇനി എന്താണ് മുമ്പോട്ടുള്ള പദ്ധതികൾ, പ്ലാനുകൾ? വേൾഡ് കപ്പ് ടീമിൽ ഉണ്ടായിരിക്കണം, വേൾഡ് കപ്പിൽ ഇന്ത്യ ജയിക്കണം, അതിലൊരു ഭാഗമായിരിക്കണം. അത് വല്ലാത്തൊരു സ്വപ്നമായിരിക്കും. അത് നടക്കാനാണ് എൻ്റെ പ്രാർത്ഥന. ആശ ശോഭന, സിമ്പിൾ, റെഡി, ഡയറക്റ്റ്. ആശ, സ്വാഗതം. നമസ്തേ, ഗുഡ് മോർണിംഗ് ജനൻ TVയിലേക്ക്. ജനൻ TV പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും സ്വാഗതം, അഭിനന്ദനങ്ങൾ, ഓൾ ദി ബെസ്റ്റ്. അപ്പോ അത് ഈ ആശ ശോഭന, ആശ പറയൂ. ശോഭന എൻ്റെ അമ്മയുടെ പേരാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. ശോഭന എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട് അമ്മയുടെ പേര് എൻ്റെ പേരിന് പുറകിലുള്ളത്. എനിക്കൊന്നും ഇപ്പോഴും തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ ബോയ്ക്ക് അച്ഛൻ്റെ പേരും
ഗേളിന് അമ്മയുടെ പേര്. അത് എനിക്ക് ഒരു ഇതിൽ നോക്കിയാൽ എനിക്ക് വളരെ അഭിമാനമായിട്ട് തോന്നുന്നുണ്ട് അമ്മയുടെ പേര് എൻ്റെ പുറകിലുള്ളത്. ഗംഭീരം. അതെ. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലേ ചെയ്ത ആ ഒരു ബൈറ്റ് അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ജനൻ ടി വി ആണെന്ന് തോന്നുന്നു അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് പോലും, അല്ലേ ആശ? അതെ. പിന്നെ അത് ഒരു എന്താ പറയുന്നത്, അത് ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ കാണാൻ പറ്റും. അത്രയ്ക്കൊരു എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ. അപ്പോൾ അതൊരു ഇങ്ങനെ ഒരു ഇതിൽ വന്ന് നിൽക്കുമ്പോൾ അതേപോലെ തന്നെ സംഭവിച്ചപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇപ്പോഴും ഇതിന്റെ അത് അന്നത് സ്വപ്നമായിരുന്നു, ഇന്നത്തെ യാഥാർത്ഥ്യമാണ്. ഇനി കളിക്കളത്തിൽ ഇറങ്ങാൻ പോകുന്നു. സന്തോഷം എങ്ങനെ? ഇപ്പോഴും സന്തോഷം അടങ്ങിയിട്ടില്ല, മുഖത്ത് ആ പ്രസാദം തെളിഞ്ഞ് കാണാം ആശ. അതെ, വളരെ സന്തോഷമുള്ള കാര്യമില്ലേ. കാരണം ഇത്രയും ആൾക്കാർ വിമൻ ക്രിക്കറ്റ് കളിക്കുന്ന ഇന്ത്യയിൽ, അതിൽ നിന്ന് ഫൈനൽ 15-ൽ തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് ദൈവസഹായം, പിന്നെ എൻ്റെ ഹാർഡ് വർക്ക്. വളരെ സന്തോഷമുണ്ട്. എൻ്റെ കൂടെ ഉള്ളവരുടെ സപ്പോർട്ട്, എൻ്റെ പാരൻസ്, എൻ്റെ കോച്ചസ്, എൻ്റെ സീനിയർ പ്ലെയേഴ്സ് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ എത്തിയത്. വളരെ സന്തോഷം. ഈ ഇന്ത്യൻ ജേഴ്സിയിൽ ആദ്യമായിട്ടല്ല ആശ ശോഭ, പക്ഷേ ഇപ്പോൾ അതിൻ്റെയും ഇരട്ടി ഒരു സന്തോഷമാണ് ഉണ്ടായിരിക്കുന്നത്. ആശ പറയുന്ന വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം ആശയോടൊപ്പമുള്ളത് ഒരു മലയാളി താരം കൂടെയാണ്. അതിലും നമ്മുടെ മലയാളികൾ അഭിമാനം കൊള്ളുന്ന ഒരു നിമിഷം കൂടിയാണിത്. അതെ, സജന ഞങ്ങൾ ഒരുമിച്ച് കളിച്ചതാണ് കേരളത്തിന് വേണ്ടി. സജന എൻ്റെ കീഴിലാണ് ഡെബ്യൂ തന്നെ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ സജന ടീമിലുള്ളപ്പോൾ എനിക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. കാരണം സജനേനെ ആദ്യ കാലഘട്ടങ്ങളിൽ മുതലേ എനിക്ക് കാണാൻ പറ്റിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സജന എത്ര ടാലൻറ്റഡ് ആണ്, ഒരു മാച്ച് ഇന്നിങ്സ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റും, അതൊക്കെ എനിക്ക് നല്ലോണം എനിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സജനയും വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടീം ഇന്ത്യയുടെ. അത് നമ്മുടെ ഒരു മലയാളി കൂടെ ആകുമ്പോൾ അതിൽ പരം ഒരു സന്തോഷമില്ല. സജന ഈ ഇന്ത്യൻ ടീമിൽ ഇതിനകം കളിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന കരുത്ത് എന്താണ്? ഉദാഹരണത്തിന് ഞാൻ ചോദിച്ചു വരുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടല്ല ഒരു രാജ്യാന്തര മത്സരം കളിക്കുന്നത്, ആദ്യമായിട്ടല്ല ലോകോത്തര താരങ്ങളോട് ഏറ്റുമുട്ടാൻ പോകുന്നത്. അപ്പോൾ ആ സമ്മർദ്ദത്തിന്റെ ആ ഒരു ഘടകം, ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു അല്ലേ? സമ്മർദ്ദം എനിക്ക് തോന്നുന്നു ആ ഒരു എന്താ പറയുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമ്മർദ്ദം വെച്ചിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് സൗത്ത് ആഫ്രിക്ക സീരീസിൽ ഒരു T20യും പിന്നെ 2 വൺ-ഡേ കളിക്കാൻ പറ്റി, പിന്നെ ബംഗ്ലാദേശിൽ കളിക്കാൻ പറ്റി, പിന്നെ WPL എക്സ്പീരിയൻസ് അതായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ എനിക്ക് ഈ വേൾഡ് കപ്പിൽ യൂസ് ആവുന്നത്. കാരണം WPL എല്ലാ രാജ്യത്തിലുള്ള പ്ലെയേഴ്സുമായിട്ട് നമുക്ക് എഗെയിൻസ്റ്റും ടീമിലും കളിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയ ആണെങ്കിൽ ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, അവരുടെ കൂടെ കളിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ വേൾഡ് കപ്പ് പോലുള്ള ഇവൻറ്റ്സിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ആശാ ശോഭനെ അറിയാത്തവർക്കായി, ആശാ ശോഭന ഓൾറൗണ്ടറാണ്, ലെഗ് സ്പിൻ ബോളറാണ്, ഒപ്പം ബാറ്റ് ചെയ്യുകയും ചെയ്യും. ആശ ലെഗ് സ്പിൻ തിരഞ്ഞെടുത്തതാണോ അതോ ക്രിക്കറ്റ് ആവേശത്തിൽ വന്നതാണോ? ഞാൻ ചോദിക്കാൻ കാര്യം മണ്ടൻ ചോദ്യമല്ല. പലരും ലെഗ് സ്പിന്നറായി തുടങ്ങി പേസ് ബോളർമാരായ ചരിത്രമുണ്ട്, സ്പിന്നറായി വന്ന് ലീഡിംഗ് ബാറ്റ്സ്മാൻ ആയ ചരിത്രം ഒക്കെ ഉണ്ട്. അത് പറഞ്ഞ സമയം കളയുന്നില്ല. ആശ ലെഗ് സ്പിന്നർ ആയത് എങ്ങനെ? ഞാൻ ചെറുപ്പം മുതലേ നമ്മളെ പേപ്പർ ബോളിൽ മിൽമ പാക്കറ്റൊക്കെ വെച്ച് റബ്ബർ ബാൻഡിൽ കെട്ടിയുള്ള അപ്പം കളിക്കുമ്പോഴും ഞാൻ നേരെ എറിഞ്ഞാലും അത് ടേൺ ചെയ്ത് പുറത്തോട്ട് പോകും. ഇപ്പം നേരെ എറിഞ്ഞാലും എൻ്റെ ഒരു നാച്ചുറൽ ആക്ഷനിൽ ടേൺ ചെയ്ത് പുറത്തു പോകും. അപ്പോൾ അതൊന്നും നമുക്ക് ലെഗ് സ്പിന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ ഒരുപാട് ക്രിക്കറ്റ്, പഴയ ക്രിക്കറ്റൊക്കെ അനിൽ കുംബ്ലെ സാറിൻ്റെ അവരുടെയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇദ്ദേഹം എറിയുമ്പോലെയാണല്ലോ ഞാൻ എറിയുന്നതെന്നുള്ള എനിക്കൊരു മൈൻഡിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ സ്പോർട്സ് കൗൺസിലെ എൻ്റെ ഫസ്റ്റ് കോച്ച് ശ്രീകുമാർ സാറ്, ഞാൻ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഫാസ്റ്റ് ബോളറായിരുന്നു ഞാൻ. പ്രാക്ടീസ് ചെയ്തപ്പോൾ ടയർഡായിട്ട് എനിക്കിനി ഓടാൻ വയ്യ, എന്തിനു ഓടുന്നെന്ന് വിചാരിച്ച് ഞാൻ സാർ അടുത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നിന്ന് ബോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചുമ്മാ എറിഞ്ഞതാണ്. സാറ് ദൂരത്ത് നിന്ന് എന്നെ കണ്ടിട്ട് ഇങ്ങനെ വന്നിട്ട് സീരിയസ് ആയിട്ട് വന്ന് വെച്ച്, നീ ഇപ്പോൾ എന്താ എറിഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് വയ്യ, ഞാൻ തളർന്നു പോയി, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എറിയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് കുഴപ്പമില്ല, ഇന്ന് മുതൽ ഇങ്ങനെ എറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതെൻ്റെ ഒരു ലൈഫിലൊരു വല്ലാത്തൊരു ടേണിംഗ് പോയിന്റാണ്. അന്ന് മുതലാണ് ഞാൻ ലെഗ് സ്പിന്ന് തന്നെ എറിയാൻ തുടങ്ങിയത്. സാറാണ് ശ്രീകുമാർ സാർ എൻ്റെ സുഹൃത്താണ്. അപ്പോൾ ആശാ ശോഭനയിലെ ലെഗ് സ്പിന്നറെ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ആശ ബോൾ ചെയ്യാൻ ശ്രമിച്ചത് ലെഗ് സ്പിൻ, അല്ലെങ്കിൽ ബോൾ ചെയ്തപ്പോൾ സ്വാഭാവികമായി വന്നത് ലെഗ് സ്പിൻ ആണെന്ന് കണ്ടെത്തിയത് ആ ദൂരെ നിന്ന് കണ്ട ശ്രീകുമാർ ആണ് അല്ലേ? ഉറപ്പായി. പക്ഷേ ഈ കുപ്പായം അണിയുന്നത് ആദ്യമായിട്ടായിരിക്കില്ല, പക്ഷേ ഇപ്പോൾ ഇനി വേൾഡ് കപ്പിലേക്ക് കളിക്കാൻ പോകുമ്പോൾ ഈ കുപ്പായം അണിഞ്ഞ് കളിക്കുന്നത് ഒരു ആവേശം കൂടുകയല്ലേ ചെയ്യുന്നത്?
ഉറപ്പായിട്ടും. കാരണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ ഇവന്റ് ആണ്. അപ്പൊ അതില് ഇന്ത്യ പോലുള്ള രാജ്യത്ത് ഒരു ക്രിക്കറ്റ് ഒരു റിലീജിയനായിട്ട് കാണുന്ന ഒരു രാജ്യത്ത് നിന്ന് ഇത്രയും ആൾക്കാർ കളിക്കുന്ന ഒരു ഗെയിം, അത് നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ദൈവഭാഗ്യം. ഞാൻ വളരെ സ്പെഷ്യലായിട്ടൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ഇത്രയും പേര് ക്രിക്കറ്റ് കളിക്കുന്നത് വളരെ സ്പെഷ്യലായിട്ട് എന്ന് വിചാരിക്കുന്നില്ല. പക്ഷെ എനിക്ക് ദൈവഭാഗ്യം ഉണ്ടായിരുന്നു, എൻ്റെ ഹാർഡ് വർക്ക്, പിന്നെ എല്ലാം പെർഫെക്റ്റ് ടൈമായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സമയം അത്ര വിചാരിക്കുന്നു. ആശ വളരെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നത് KCAയുടെ കോച്ചിങ്ങിലാണെന്ന് പറഞ്ഞു. അത് KCA നെറ്റ്സിലാണോ, വേറെ ഏതെങ്കിലും ഗ്രൗണ്ടിലാണോ, മറ്റ് പരിശീലകർ ആരൊക്കെ, ലെഗ് സ്പിൻ, ഓരോന്നായി ചോദിക്കാം. എവിടെയായിരുന്നു, ഏത് ഗ്രൗണ്ടിലായിരുന്നു പരിശീലനം ഇതുവരെ? ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്പോർട്സ് കൗൺസിലിൻ്റെ നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തന്നെയായിരുന്നു. ശ്രീകുമാർ സാറ്, അത് കഴിഞ്ഞ് സോഹൻ സാർ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടായിരുന്നു പ്രാക്ടീസ്. അവിടെ ഇപ്പോഴും എൻ്റെ കോച്ച് ആരൻ ജോർജ് തോമസ്, അവിടെ ബിജു ജോർജ് സാർ ഉണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഇപ്പം ഞാൻ ഹൈദരാബാദിൽ കോച്ചിങ് ബിയോണ്ട് നെക്സ്റ്റ് ജെൻ ക്രിക്കറ്റ് അക്കാഡമി, ആ 2 സ്ഥലത്തായിട്ടാണ് ഹൈദരാബാദ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഇവിടെ വരുമ്പോഴെല്ലാം ബെലിൻ ടർഫ് ക്രിക്കറ്റ് അക്കാഡമി, എൻ്റെ പഴയ കോച്ച് ഇപ്പോഴും എൻ്റെ കോച്ച് ആരൻ സാറിൻ്റെ കൂടെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത ഉള്ളത് അറിയാമോ? എന്താണ് ആശയ്ക്ക് തോന്നുന്നൊരു പ്രത്യേകത പറഞ്ഞോളൂ. തോന്നുന്ന പ്രത്യേകത ഒന്ന്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് അവിടെ ഒരു പെറ്റുണ്ട്, ഒരു പെറ്റ് ഡോഗ് അല്ലേ? എന്താണ്? ഒരു നായക്കുട്ടി ഇല്ലേ? ഒരു നായ സ്ഥിരമായി. അതെ. പിന്നെ ആ ഗ്രൗണ്ടിലാണ് സഞ്ജു സാംസൺ സിക്സർ പറത്തി തുടങ്ങിയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നാട്ടിൽ വന്ന ശേഷം ഡൽഹിയിൽ നിന്ന്. ആ ഗ്രൗണ്ടിന് പുറത്തിരിക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്കൊക്കെ സഞ്ജു സാംസന്റെ സിക്സർ പറന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. സഞ്ജുവിനെ വളരെ ചെറുപ്പം മുതൽ തന്നെ കാണാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്കുണ്ട്. കാരണം സഞ്ജു എനിക്ക് തോന്നുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു 14-15 വയസ്സ് മുതൽ തന്നെ എനിക്ക് കൂടെ പ്രാക്ടീസ് ചെയ്യാനും സഞ്ജുവിൻ്റെ ഓരോ ഷോട്ട്സ് കണ്ടിട്ട് ഇങ്ങനെ അതിശയിച്ച് നിൽക്കാനുള്ള അവസരമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറിയ യങ് ഏജിൽ തന്നെ സഞ്ജു ഇങ്ങനെ വലിയ സിക്സൊക്കെ അടിക്കുമ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു സഞ്ജു എന്തായാലും ഒരു ഇന്ത്യൻ പ്രോസ്പെക്ട് ആണെന്ന് എനിക്ക് ഒരു 100% ഉറപ്പായിരുന്നു. ഈ താരങ്ങൾ പ്രാക്ടീസ് ചെയ്ത ആ സ്ഥലത്താണ് ആശയും അതെ. പക്ഷെ ഇത് എനിക്ക് പുതിയ അറിവാണ്. സഞ്ജു സാംസൺ ആ ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയാം. ബിജു ജോർജ് അവിടെ ഉണ്ടായിരുന്നു. ബിജു ജോർജ് എൻ്റെ ഒരു സുഹൃത്താണ്, കോച്ച്. അങ്ങനെയാണ് ബിജുവിൻ്റെ പ്രിയപ്പെട്ട ഒരു നായ്ക്കുട്ടിയുണ്ട്, അവിടെ തന്നെ ഉണ്ടാവും. ബിജു വരുന്നതും കാത്തവിടെ ഉണ്ടാവും. ഇങ്ങനെ വളരെ രസകരമായ കാഴ്ചയിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു രാജ്യാന്തര നിലവാരവും ഇല്ലാത്ത ഒരു വെറും മൈതാനമാണത്. പലപ്പോഴും മാറ്റൊക്കെ വിരിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരറ്റത്ത് നെറ്റ്സ് ഉണ്ട്. ഇതുപോലുള്ള ദേശീയ രാജ്യാന്തര താരങ്ങൾ അവിടെ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ, പുറത്തു നിന്നൊരു കോച്ചിനോടോ കളിക്കാരനോടോ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അപ്പോൾ അതാണ് ഒരു സാഹചര്യവും, ഒരു ഭൗതിക സാഹചര്യവും പ്രശ്നമല്ല പ്രതിഭകളെ തേച്ച് മിനുക്കാൻ എന്നുള്ളത് കൊണ്ട്. ആശ, ഇത് ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് പുതിയ അറിവാണ്. സഞ്ജു സാംസൺ ഒപ്പം പ്രാക്ടീസ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ സഞ്ജു സാംസൺ 14-15 ടീനേജിൽ സഞ്ജു സിക്സർ അടിച്ച് തെളിയുമ്പോൾ അവിടെ ഒപ്പം പ്രാക്ടീസ് ചെയ്യുകയും കണ്ടു നിൽക്കുകയും ചെയ്തു എന്നുള്ളത് കൗതുകം. 2, ലെഗ് സ്പിൻ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു കോച്ചിങ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ വെച്ച്, അതോ അക്കാഡമിയിൽ പോയ ശേഷമാണോ? ആരെങ്കിലും ലെഗ് സ്പിൻ വളരെ സ്പെസിഫിക് ആയിട്ട് അതിൻ്റെ സ്കിൽസ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? എൻ്റെ ഒരു മാക്സിമം ക്രെഡിറ്റ് എൻ്റെ കോച്ച് ആരൻ സാറിനാണ് പോകേണ്ടത്. കാരണം വെച്ചാൽ സാറ് അതെ മിസ്റ്റർ ജോർജ് തോമസ് സാറ് വന്നിട്ട് എൻ്റെ ലെഗ് സ്പിന്നിൽ ഒരുപാട് എൻ്റെ യങ് ഏജ് മുതൽ തന്നെ ഞാൻ ലെഗ് സ്പിൻ എപ്പോൾ മുതൽ ടേൺ ചെയ്തു അപ്പം മുതൽ തന്നെ സാറിന് എൻ്റെ മേൽ ഭയങ്കര ഹോപ്പ് ഉണ്ടായിരുന്നു. ലെഗ് സ്പിന്നിൽ ഞാൻ ഹയസ്റ്റ് ലെവലിൽ കളിക്കാൻ പറ്റും എന്നുള്ളൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറ് വളരെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് KCAയോട് താങ്ക്സ് പറയണം. കാരണം KCA ഒരു 15 ബോയ്സിനെ ടെറി ജേണേഴ്സ് മാക്സിം ഫൗണ്ടേഷനിൽ വിട്ടായിരുന്നു ഒരു 10 ഡേ ക്യാമ്പിന് ചെന്നൈയിൽ. അപ്പോൾ അതിൽ എന്നെയും കൂടെ അവർ ആസ് എ ലെഗ് സ്പിന്നർ എന്നെയും കൂടെ വിട്ടായിരുന്നു. അപ്പോൾ അവിടെ ഷെയ്ൻവോണിൻ്റെ കോച്ച് ടെറി ജെന്നർ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിൻ്റെ കീഴിൽ ഒരു 10 ദിവസം എനിക്ക് ട്രെയിനിങ് കിട്ടി. അത് സാർ ഭയങ്കര ഇമ്പ്രസ് ആയിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ ഞാൻ ചെറിയ പിള്ളേരോടൊരു നെറ്റ്സിലായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ബോറടിച്ചിരുന്നു, സാർ എന്താ എന്നെ ചെറിയ പിള്ളേരുടെ നെറ്റ്സ്, അപ്പോഴത്തെ ഒരു ഏജിൽ അങ്ങനെ തോന്നി. അപ്പോൾ സാർ എൻ്റെ അടുത്ത് ഒരു പ്രാവശ്യം ഞാൻ ബോൾ ചെയ്യുന്ന കണ്ടിട്ട് എല്ലാ ബോയ്സിനും രഞ്ജി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് എല്ലായിടത്തും പറഞ്ഞു ഐ വോണ്ട് എവരിബഡി ടു ബോൾ ലൈക്ക് ആശ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞു
പ്രിൻസസ് ഇഫ് യു ക്യാൻ ബോൾ ലൈക്ക് ദിസ് യു ക്യാൻ ഗെറ്റ് എൻഡേഴ്സ് വിക്കറ്റ് ഓൾസോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറഞ്ഞ് എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടെ അതായിപ്പോയി. പിന്നെ അത് മാത്രമല്ല, ഒരാളുടെ കൂടെ താങ്ക്സ് പറയണത് ലക്ഷ്മൺ ശിവരാമകൃഷ്ണൻ സാറിനോടാണ്. ഈ WN തൊട്ട് മുമ്പ് എനിക്കൊരു 3-4 ദിവസം ലക്ഷ്മൺ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ചെന്നൈയിൽ സാർ ഓഫർ ചെയ്തിരുന്നു കോച്ചിങ്. അപ്പോൾ എനിക്ക് അവിടെ പോയി ചെന്നൈയിൽ താമസിച്ച് 2-3 ദിവസം എനിക്ക് സാറിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റി. അതും എനിക്ക് വളരെ ഹെൽപ്പായിട്ടുണ്ട്. ആശയ്ക്ക് ഈ ക്രിക്കറ്റാണ് ജീവൻ എന്നുള്ളൊരു കാര്യം അറിയാം. കുഞ്ഞിലേ മുതൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനും അപ്പുറം ജനങ്ങൾക്ക് അറിയാൻ കുറച്ച് ആഗ്രഹങ്ങൾ കൂടെ ഉണ്ടാവും. ആശയ്ക്ക് മറ്റെന്തെല്ലാം മേഖലകളിൽ കഴിവുണ്ട്, ഹോബീസ് എന്തൊക്കെയാണ്, മറ്റാഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, പാടുമോ, ഡാൻസ് കളിക്കുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഡാൻസ് ഒരിക്കലും ഇല്ല, എനിക്ക് പറ്റില്ലാത്ത കാര്യമാണ്. പാട്ട് ചെറുതായിട്ട് ചുമ്മാ ഒരു മൂളിപ്പാട്ട് അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് ഡ്രോയിങ് ആണ് കുറച്ച് കൂടുതൽ ഇഷ്ടം. ഞാൻ പെൻസിൽ ഡ്രോയിങ് ചെയ്യും. പിന്നെ ഒരു മായ സോഫ്റ്റ്വെയർ കുറച്ചൊരു ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല, അരീന ആനിമേഷനിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 3D മോഡലിംഗ് കുറച്ചറിയാം. അതൊക്കെ തന്നെയാണ് ഹോബി. ടൈം കിട്ടുമ്പോഴെല്ലാം കുറച്ച് ഡിജിറ്റൽ ഡ്രോയിങ്ങും സ്കെച്ചസ്, പിന്നെ കുറച്ച് ടൈം ഉണ്ടെങ്കിൽ മായ മോഡലിംഗ് കുറച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അതാണ്. അപ്പോൾ ഈ ക്രിക്കറ്റുമായിട്ടൊക്കെ ആ കളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുമ്പോൾ ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ അതെങ്ങനെയാണ്? ഫ്രണ്ട്സ് എനിക്ക് ലക്കിലി ഞാൻ എന്താ പറയുക, ആദ്യം ഒരു 2012 മുതൽ ഇന്ത്യ ക്യാമ്പ്സിലുള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല റെയിൽവേസിനാണ് കളിച്ചുകൊണ്ട് അതിലുള്ള ഓൾമോസ്റ്റ് ഇപ്പോൾ സ്നേറാന അങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ ഒരുമിച്ചാണ് കളിച്ചത്. ഡൊമസ്റ്റിക് മുഴുവൻ ഒരു 5-6 വർഷം ഞങ്ങൾ ഒരുമിച്ചാണ് കളിച്ചത്. അതുകൊണ്ട് എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ RCBയിൽ വന്നപ്പോൾ സ്മൃതി, റിച്ച അങ്ങനെയുള്ളവരെയൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് നല്ലൊരു റാപ്പാണ്. പിന്നെ സജിനയും കൂടെ ഉള്ളപ്പോൾ അതിന് എന്താ പറയുക, ഒരു ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഇപ്പം തന്നെ പറഞ്ഞു നമ്മുടെ ഭാഷ സംസാരിക്കാൻ. അത് നമ്മുടെ താരങ്ങൾ മറ്റേ ഇന്ത്യൻ പുരുഷ ടീം പറയുന്നൊരു സംഗതിയുണ്ട്. ഈ വിദേശ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ടീമുകളുമായി, അതല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒഴികെയുള്ള ടീമുകളുമായി, അല്ലെങ്കിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഒഴികെയുള്ള ടീമുകളുമായി മത്സരിക്കുമ്പോൾ പരസ്പരം തന്ത്രങ്ങൾ പറയുന്നത് അടുത്ത ബോൾ എങ്ങനെ വേണം, അല്ലെങ്കിൽ അടുത്തൊരു സിംഗിൾ എടുക്കണം, അതല്ലെങ്കിൽ ഇവൻ ഓഫ് സ്റ്റംപിന് വെളിയിലെറിയും. വളരെ രസകരമായ ഒട്ടേറെ കമന്ററിയിലൂടെ കയറി വന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആശ? പിന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ സഞ്ജു കീപ്പ് ചെയ്യുമ്പോൾ അശ്വിൻ ചേട്ടൻ ബോൾ ചെയ്യുമ്പോൾ തമിഴിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്, പിന്നെ സഞ്ജു നമ്മളെ മലയാളീസിനോടൊക്കെ സംസാരിക്കുന്നത്, അതൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ തന്നെ ഞാനും സജുവൊക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ ചേച്ചി അതാണ് ഇങ്ങോട്ട് മാറിയിക്കുക, അങ്ങോട്ട് മാറിയിക്കുക, സജു അടുത്ത ബോൾ ഇത് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ വിളിച്ച് പറയാറുണ്ട്. അത് നല്ലൊരിതാണ്. പിന്നെ നമ്മൾ കുറച്ച് പേരെയൊക്കെ മലയാളത്തിലെ ഓരോ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കാറുണ്ട്. അവർ ട്രൈ ചെയ്യാറുണ്ട്. അതവർ ക്യൂട്ടായിട്ട് പറയുമ്പോൾ നല്ല രസമാണ്. അതെ, അതേ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാകും നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ജു തന്നെ മലയാളം പഠിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൻ്റെ വൈറലായ വീഡിയോസ് ആയിരുന്നു. ആശ, മറ്റൊന്ന്, ഈ ക്യാമ്പിനെ കുറിച്ച് പറഞ്ഞു വന്നതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് ഇടവേള പോകേണ്ടി വന്നത്. ലക്ഷ്മൺ ശിവരാമകൃഷ്ണനുമായി എത്ര ദിവസം ചെലവഴിക്കാൻ പറ്റി, അത് കേട്ട ആവശ്യത്തിൽ നിൽക്കുകയാണ്. കാര്യം ലക്ഷ്മൺ അരങ്ങേറുമ്പോൾ, ഈ രാജ്യാന്തര ക്രിക്കറ്റ് സമൂഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അരങ്ങേറുമ്പോൾ ഞാനൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കണ്ട് നിന്നിട്ടുള്ളതാണ് ആവേശത്തോടു കൂടി. എങ്ങനെയുണ്ടായിരുന്നു ലക്ഷ്മണും ആയിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്? എത്ര ദിവസം ചെലവഴിച്ചു? എന്തൊക്കെയാണ് അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങൾ? സാർ എന്ന് പറയുന്ന ഒരു ജീനിയസ് ആണ്, ഒരു ലെഗ് സ്പിൻ ജീനിയസ് ആണ്. അതിനെക്കുറിച്ച് അതിൽ താഴെ പറയാനൊന്നുമില്ല. അത്രയ്ക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പിന്നെ ഒരു ജീനിയസ് ആണ്, ബോളിംഗ് ലെഗ് സ്പിൻ്റെ ഒരു ജീനിയസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയധികം കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്ന ആ ടെക്നിക്ക്, ആ ഒരു ഞാൻ ഇത്രയും ടേൺ ചെയ്യുന്ന ഒരു ലെഗ് സ്പിന്നറിനെ ഞാൻ എൻ്റെ കണ്ണിൽ എന്ന് വെച്ചാൽ ലൈവായിട്ട് എനിക്ക് ഓരോ ബോൾ എറിഞ്ഞ് കാണിച്ചു. സാധാരണ നമുക്ക് പറഞ്ഞു തരും ഇങ്ങനെ എറിയണം അങ്ങനെ എറിയും. പക്ഷെ സാറ് അത്ര എഫേർട്ട് ഇട്ടിട്ട് എനിക്ക് ഓരോ ബോളും പറഞ്ഞു തന്നിട്ട് അത് എങ്ങനെ എറിയണമെന്ന് എനിക്ക് ബോൾ ചെയ്ത് കാണിച്ചു തന്നു. അപ്പോൾ അത്ര എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ അത് കാണുന്നത്. ലക്ഷ്മൺ സാറിനെ പോലെയുള്ള ഒരാൾ ആ ഒരു ഡെബ്യൂ മാച്ചിലൊക്കെ അത്രയും തിളങ്ങി നിന്ന ഒരാളെ എനിക്ക് ബോൾ ചെയ്ത് കാണിച്ചു തന്നു. അതെനിക്ക് പറയുന്നത് തന്നെ വളരെ എനിക്കൊരു അഭിമാനമാണ്. ഈ ലെഗ് സ്പിന്നിൽ തന്നെ എപ്പോഴും വേരിയേഷൻസും ഒരു സർപ്രൈസ് എലമെൻറ്റും ആണല്ലോ എപ്പോഴും വിക്കറ്റ് എടുക്കുന്നത്. ഗൂഗിളി ഇപ്പോൾ ഇതൊന്നും തീരുമാനിച്ചൊരു ഫോമുലയായിട്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ഹൗ ഓഫൺ ഡു യു യൂസ് ഗൂഗിളി? അത് ഇത്ര ബോളിൽ ഒരിക്കലെന്നാണോ? ഗൂഗിളി നാച്ചുറലായിട്ട് തന്നെ വരുന്നുണ്ടോ? ഗൂഗിളിക്കായി പ്രത്യേകിച്ച് പരിശ്രമിക്കേണ്ടി വന്നിട്ടുണ്ടോ?
ഗൂഗിളി ഞാനൊരു നാച്ചുറൽ ലെഗ് സ്പിന്നർ ആയതുകൊണ്ട് തന്നെ ഗൂഗിളി എനിക്ക് കുറച്ച് പാടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് തന്നെ പിക്കപ്പ് ചെയ്തു. പിന്നെ ഗൂഗിളി എറിയുന്നതിന് മുമ്പേ ഞാൻ ബാറ്റ്സ്മാൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, അവരുടെ സ്റ്റാൻസ്, അവരെങ്ങോട്ടാണ് അടിക്കാനുള്ള ചാൻസ് ഉള്ളത്, അതൊക്കെ ഞാൻ ഒന്ന് വിഷ്വലൈസ് ചെയ്തായിരിക്കും ആ റണ്ണപ്പിലോട്ട് പോകുമ്പോൾ ആലോചിച്ച് ചെയ്യുന്നത്. ഗൂഗിളി എനിക്ക് എപ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ എന്നില്ല. എൻ്റെ ഒരു എന്താ പറയുന്ന എൻ്റെ ഇൻറ്റ്യൂഷൻ എന്താ പറയുന്നത്, എനിക്ക് അപ്പോഴെന്താ തോന്നുന്നത്, അപ്പോൾ ഗൂഗിളി എറിയാൻ എൻ്റെ മനസ്സ് പറയുവാണെങ്കിൽ ഞാൻ അപ്പം തന്നെ ഗൂഗിളി എറിയും. ഈ അപകടം പിടിച്ച ഒരു പിന്നെ വിഭാഗമാണ് ലെഗ് സ്പിൻ. ഏത് സ്പിന്നും അതേ കാര്യം. ഒന്ന് ലൈനോ ലെങ്തോ മാറിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നിന്നാൽ മതി അല്ലേ, ബൗണ്ടറി നോക്കിയിട്ട്. അങ്ങനെ പകച്ചുപോയ സന്ദർഭങ്ങളുണ്ടോ, അതോ യു അണ്ടർ കൺട്രോൾ എപ്പോഴും? എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ലെഗ് സ്പിന്നിൽ ഒരുപാട് നല്ല കൺട്രോളുണ്ട്. എങ്കിലും ഞാനൊരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചിലപ്പോൾ ഷോർട്ട് ഡെലിവറീസ് വീഴാറുണ്ട്, 1-2 ഫുൾ ടോസൊക്കെ വീഴാറുണ്ട്. പക്ഷേ നമ്മളത് അങ്ങനെ എറിയുന്നതിലല്ല, എത്ര നമുക്ക് വേഗം അത് കംബാക്ക് ചെയ്യാൻ പറ്റും. റണ്ണപ്പിലോട്ട് നടന്നു പോകുമ്പോൾ എങ്ങനെ കംബാക്ക് ചെയ്ത് അടുത്ത വിക്കറ്റ് എടുക്കുക, അപ്പോൾ അതിലോട്ട് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് അത് അധികം ആലോചിച്ചിരിക്കാൻ സമയവും ഇല്ല, അത് ആലോചിച്ചിരിക്കാനും പാടില്ല, അങ്ങനെ വിചാരിക്കും. അപ്പോൾ ഈ ആശയായിട്ട് അറിയപ്പെട്ടത് വിമൺ പ്രീമിയർ ലീഗിലൂടെയാണ്. അത് വലിയൊരു കരുത്തായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ? പിന്നെ WPL കാരണമല്ലേ എന്നെ, സജനേനെയും ഇപ്പം മിന്നുമണിയാണെങ്കിൽ കൂടെ എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് WPLിലൂടെ തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ത്യൻ ടീമിൽ വന്ന് എത്തി നിൽക്കുന്നത് WPL RCBയും അവരുടെ ആ ഒരു സപ്പോർട്ട് കാരണം മാത്രമാണ്. എല്ലാവരും കണ്ടു തുടങ്ങി. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെ ഒരു ലെഗ് സ്പിന്നർ ഉണ്ട് കേരളത്തിൽ, ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് WPL ആ ഒരു ഇത് വന്നതിൽ വളരെ എന്താ പറയുന്നത്, അതൊരു എൻ്റെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്ത ഒരു വലിയൊരു ഇവൻ്റായിരുന്നു. ഈ ഇവിടുന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് ഒട്ടേറെ വനിതാ താരങ്ങൾ ഉയർന്നു വരുന്നുണ്ടോ ഈ ആശയിൽ നിന്നും സജനയിൽ നിന്നുമൊക്കെ ഒരു ആവേശം ഉൾക്കൊണ്ട് ഇൻസ്പയർഡ് ആയിട്ട്? ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ പല WPL ട്രയൽസിനും നമ്മുടെ കേരളത്തിൽ നിന്ന് കുറേ പിള്ളേർ ഇപ്പോൾ ഈ വർഷമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ക്രിക്കറ്റ് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരടി പോലും പിന്നോട്ട് പോകുന്നില്ല. കാരണം പലർക്കും അറിയില്ല ആക്ച്വലി കേരള വിമൻ ടീം എന്ന് പറയുന്ന എല്ലാ വർഷവും ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ വരെ പോകുന്ന ഒരു ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 6 ടീംസ് എടുത്താൽ അതിൽ വരുന്നൊരു ടീമാണ്. അത് പലർക്കും നമ്മുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരു ടോപ്പ് 6 ടീമിലുള്ള കേരള ടീം ഉറപ്പായിട്ടും അതിൽ പല പ്ലെയേഴ്സും, ഇപ്പോൾ പേരെടുത്ത് പറയാനാണെങ്കിൽ നജില, ജോഷിത, അക്ഷയ, അവരൊക്കെ ഫ്യൂച്ചറിലെടുത്ത ഇന്ത്യ കളിക്കാനോ അല്ലെങ്കിൽ WPL വരെ ചാൻസ് ഉള്ള കുറച്ച് പ്ലെയേഴ്സാണ്. അത് ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ ഇനി അടുത്ത വർഷമൊക്കെ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. ഇത് വളരെ വാലിഡേറ്റഡ് പോയിന്റാണ് പറഞ്ഞത്. വനിതാ ക്രിക്കറ്റ് ആയതുകൊണ്ടാണ് ഇവരെ പലരും അറിയാത്തത്, ഇൻക്ലൂഡിങ് നമ്മൾ. കാര്യം പുരുഷ ക്രിക്കറ്റ്, ഈ പറയുന്ന ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ആണെങ്കിൽ പോലും കുറേയൊക്കെ പോയി നോക്കുക, അതൊന്നുമില്ലെങ്കിൽ പരിചയമുള്ള താരങ്ങൾ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് അറിയാനായിട്ട്. ഇത് നമുക്കും ഒരു പാഠമാണ്. പറഞ്ഞു കേട്ടല്ലോ, അടുത്ത വർഷം കാണണം എന്നുള്ളതാണ്. മാത്രമല്ല ഇത് ഉറപ്പാണ്, ഈ ആശയുടെയും സജനയുടെയും ഈ ഒരു എമേർജിങ് ഈ ഒരു സീനുണ്ടല്ലോ, ഇവർ ഈ ഭാരത് ടീമിലേക്ക് വരുമ്പോൾ വനിതാ ക്രിക്കറ്റ് ഫോളോ ചെയ്യാനുള്ളൊരു ആവേശം കേരളത്തിൽ കൂടും. ഇതല്ലെങ്കിൽ നമുക്കൊരു സഞ്ജു മാത്രമാണ് ഉണ്ടായത്. ഇപ്പോൾ ഇതല്ല, ഇപ്പോൾ 2 താരങ്ങൾ ലോകകപ്പ് കളിക്കുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ഈ വനിതാ ക്രിക്കറ്റിന് തന്നെ ഒരു ഉത്തേജനമാണ്. കാര്യം കാണികൾ കൂടുന്നു, TV-യിലാണെങ്കിലും നേരിട്ടാണെങ്കിലും. രജനി എന്ത് ചോദിക്കണം? മുൻകാലങ്ങളിലെ പോലെ അല്ല ആശ, ഇപ്പോൾ ഈ കായിക ലോകത്തിന് തന്നെ നമ്മുടെ ഭാരതം നൽകുന്ന ഒരുപാട് സംഭാവനകളുണ്ട്. അപ്പോൾ പരാജയപ്പെട്ടു വന്നിരുന്നാലും വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അതുപോലെ തന്നെ ഈ വനിതാ ക്രിക്കറ്റിലും ഇപ്പം നിങ്ങൾ വന്നിരുന്നാലും മറ്റ് ആര് ജയിച്ച് വന്നു കഴിഞ്ഞിരുന്നാലും അതേ ഒരു പ്രോത്സാഹനം തന്നെ നൽകുന്നുണ്ട്. വലിയൊരു മാറ്റത്തിൻ്റെ പാതയിലൂടെയാണ് ഈ കായിക ഭാരതം മാറിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെയല്ലേ നമുക്ക് പറയണത് ഈ ദേശീയ കായിക ദിനത്തിൽ? ഉറപ്പായിട്ടും. ഇപ്പോൾ നമ്മുടെ ഒളിമ്പിക്സിൽ നമുക്ക് ഒരു മെഡൽ കുറഞ്ഞെങ്കിൽ കൂടെ നമ്മൾ ഹോക്കിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു വെങ്കല മെഡൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുന്നത്, ഒരു ചെറിയ കാര്യമല്ല. അതിൽ നമ്മുടെ ഒരു മലയാളിയാണ് അത് ഓപ്പോസിഷൻ്റെ ഗോളൊക്കെ സേവ് ചെയ്ത് ഒരു വൻ മതിലിനെ പോലെ നിന്ന് പറയുമ്പോൾ ഭയങ്കര അഭിമാനം. നമ്മളൊക്കെ ആ ഹോക്കി അത് ഫോളോ ചെയ്യുമ്പോഴിങ്ങനെ ഓരോ സെക്കൻഡും ഇങ്ങനെ നെഞ്ചിടിപ്പ് ഉണ്ടായിരുന്നു. അത് അത്രയ്ക്ക് നമ്മളത് ഫോളോ ചെയ്ത ഒരു മാച്ചായിരുന്നത്. അതിലൊക്കെ വളരെ അഭിമാനമുണ്ട്. ഓഫ് കോഴ്സ് വേറെ എല്ലാ ഗെയിമും നോക്കിയാലും ഇപ്പോൾ ക്രിക്കറ്റ് മാത്രമല്ല എല്ലാ ഗെയിമും മുന്നോട്ട് തന്നെ പോവുകയാണ്. നമുക്ക് ഷൂട്ടിങ്ങിൽ അധികം നമുക്ക് മെഡൽസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ വർഷം നോക്കുവാണെങ്കിൽ വളരെ അധികം മെഡൽസ്, 3 മെഡലിൽ കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു ഇന്ത്യൻ
സ്പോർട്സിലെ ഏരിയാസ് കുറച്ചുകൂടെ വൈഡായിട്ട് ഓപ്പൺ ആവുന്നുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഇതാണ്. അത് വളരെ ഒരു നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇനി ഫ്യൂച്ചറിലും പല ഗെയിംസിലും നമുക്ക് ഇനിയും ഒരുപാട് മെഡൽ കിട്ടുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം. ഒരു കാര്യം കൂടി, ബാറ്റിംഗ് നാച്ചുറലായി അറ്റാക്കിംഗ് ബാറ്റ്സ് വുമൻ ആണോ, ബാറ്ററാണോ? ഇനി മാൻ വുമൺ ഒന്നും വേണ്ട തീരുമാനിച്ചിരിക്കുക, ബാറ്റർ? അതെ, ഞാൻ ഡൊമസ്റ്റിക്കിൽ ടോപ്പ് ഓർഡർ ബാറ്റാണ്. ഇങ്ങനെ നമ്മുടെ WPL ഇന്ത്യൻ ടീമിലൊക്കെ വരുമ്പോൾ അറിയാമല്ലോ, നമുക്ക് 7 ഡൗൺ വരെ പ്രോപ്പർ ബാറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ലോവർ ഓർഡർ ആണ്. അല്ലെങ്കിൽ ഡൊമസ്റ്റിക്കലി ഞാൻ ടോപ്പ് ഓർഡർ, കേരളത്തിനാണെങ്കിലും റെയിൽവേസിലാണെങ്കിലും പോണ്ടിച്ചേരിക്കാണെങ്കിലും കളിച്ചപ്പോഴെല്ലാം ടോപ്പ് ഓർഡറിലാണ് ബാറ്റ് ചെയ്തത്. അപ്പം ഒരു കാര്യം നമ്മളിവിടെ പറയേണ്ടതുണ്ട്, മലയാളികൾ ഉണ്ടെങ്കിൽ വേൾഡ് കപ്പ് കിട്ടിയിരിക്കും എന്ന്. തീർച്ചയായിട്ടും ധാരാളം ആശംസകൾ വരുന്നുണ്ട് ആശയ്ക്ക്. പക്ഷേ ഈ സമയക്കുറവ് മൂലം അതെല്ലാം വായിക്കാൻ പറ്റുന്നില്ല. അജിത് ഭാസ്കർ തൊട്ട് ഒട്ടനവധി പേർ ആശംസ നേരിടുന്നുണ്ട്. ഇങ്ങനെ ആശയെ പോലുള്ള താരങ്ങളെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ആശ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്, ഞങ്ങളുടെ എൻ്റയർ ടീമിൻ്റെ ഭാഗത്ത് നിന്ന്, ടീം ജനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആശംസകൾ. വിജയിച്ചു വരിക, വിജയിച്ചാലും ഇല്ലെങ്കിലും പോരാടി വരിക. തിരികെ വീണ്ടും നമുക്ക് ഇതേ ഫ്ലോറിൽ ലോകകപ്പിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി ആ അനുഭവവും ആ സന്തോഷവും അവിടെ നേരിട്ട പരീക്ഷണങ്ങളും ഒക്കെ നമുക്ക് വീണ്ടും പ്രേക്ഷകരുമായി പങ്കുവയ്ക്കണം. ഓൾ ദി ബെസ്റ്റ് ആശ. താങ്ക് യു സോ മച്ച്. എന്നെ ഇവിടെ സ്റ്റുഡിയോയിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. ഇത്രയും നല്ലൊരു സിമ്പിളായിട്ട് എന്നെ അധികം എന്താ ഒരു ട്വിസ്റ്റിംഗ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ എന്നെ നല്ല ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് വളരെ ഇഷ്ടമായി. വളരെ താങ്ക്സ്. ഓൾ ദി ബെസ്റ്റ് ആശ. താങ്ക് യു. അതാണ് ആശ. കൃഷ്ണരാജാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. നിഖിൽ, നമ്മുടെ സ്പോർട്സ് ലേഖൻ നിഖിൽ നടത്തിയ അഭിമുഖത്തിലെ ഭാഗമാണ് നമ്മൾ ആദ്യം കാണിച്ചത്. അപ്പോൾ കൃഷ്ണരാജ് തന്നെ എപ്പോഴും പറയാറുണ്ട്, ആശ റെഡിയാണ്, സിമ്പിളാണ്, സ്മാർട്ടാണ്. അപ്പോൾ സോഷ്യൽ സ്കൂപ്പിലേക്കാണ്. നമ്മുടെ പതിവ് ട്വീറ്റായ India.Compass, ഇന്ത്യൻ കോമ്പസ് ഇൻസ്റ്റാ പോസ്റ്റാണ്. അതെ, അതില് അഭിമാനകരമായ ഒരു വാർത്ത, ഒപ്പം സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. NDA now has majority in രാജ്യസഭ. നമ്മൾക്കും കൂടെ അഭിമാനമാണ്. ജോർജ് കുര്യൻ, ജോർജ് കുര്യൻ കൂടി 96 BJP, ഇന്ത്യയിലെ 17 നോമിനേറ്റഡ് MPs 6. അപ്പോൾ മോദി ഗവൺമെന്റ് ക്യാൻ ഗെറ്റ് എനി ബിൽ പാസ്ഡ് ഇൻ രാജ്യസഭ വിത്തൗട്ട് വറിയിങ് അബൌട്ട് സപ്പോർട്ട് ഫ്രം നോൺ NDA പാർട്ടീസ്. അപ്പോൾ ഇതാദ്യമായി മുന്നണിക്ക് പുറത്തു നിന്നുള്ള ഒരു പിന്തുണയും ഇല്ലാതെ തന്നെ ഏത് ബില്ലും പാസ്സാക്കാം എന്നുള്ള സന്തോഷകരമായ വാർത്ത ഭാരതത്തിനും ഒട്ടും സന്തോഷകരമല്ലാത്ത വാർത്ത ഇന്ത്യ പ്രതിപക്ഷത്തിനും ആണ്. ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്, ലെറ്റ് ദ ഗെയിംസ് ബിഗിൻ. അടുത്ത നോക്കാം. ഇപ്പോൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്, നിലവിട്ടോ മമതാ ബാനർജിക്ക് എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് രാഷ്ട്രപതി തുറന്ന് അടിച്ചത് ഇന്നലെ. അപൂർവങ്ങളിൽ അപൂർവം. കാര്യം ഇത്തരം ഒരു വിഷയത്തിലും വളരെ പൊതിഞ്ഞ് വളരെ ജനറൽ ആയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്താറുള്ളത്. രാജ്യം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു അതിക്രമത്തിൻ്റെ പേരിൽ വളരെ രൂക്ഷമായ പ്രതികരണം. ഇനഫ് ഇസ് ഇനഫ്, ഐ വാസ് ഡിസ്മേഡ് ആൻഡ് ഹോറിഫൈഡ് എന്നാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിനും ഈ നമ്മുടെ മക്കളെയും സഹോദരിമാരെയും ഇത്തരം ഈ ക്രൂരതകൾക്ക് വിധേയരാക്കാൻ കഴിയില്ല. ദ നേഷൻ ഇസ് ബൗണ്ട് ടു ബി ഔട്ട്റേജ്ഡ് ആൻഡ് സോ ആം ഐ. രാജ്യം രോഷം കൊണ്ട് തിളയ്ക്കണം. ഞാനും അങ്ങനെ തന്നെയാണ്. അത് പറയുന്നത് കൊൽക്കത്തയിൽ മാത്രമല്ല, രാജ്യത്തെമ്പാടുമുള്ള സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ്. അതിന് സംസ്ഥാന സർക്കാരുകൾ നടപടിയെടുക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് തുറന്നടിച്ചുകൊണ്ട് രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നതിന് മുൻപ് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസമാണ് രാഷ്ട്രപതി. പക്ഷേ ഇത് വളരെ ശ്രദ്ധേയമാവുന്നത് ഒരു വനിതയാണ്. അതെ, രാഷ്ട്രപതി ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാറില്ല. നീറുന്നു, നെഞ്ചു നോവുന്നു എന്നൊക്കെയാണ് രാഷ്ട്രപതി പറഞ്ഞത്. അടുത്തതിലേക്ക് അതും അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെ വൈറലായ ഒരു വീഡിയോയെ കുറിച്ചുള്ള ഒരു കാരിക്കേച്ചറാണിത്. വിദ്യാർത്ഥികൾ നടത്തിയ സമരം സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമരം നടത്തുന്നവർക്കെതിരെ നടപടി എടുക്കരുത്. നിങ്ങളുടെ കരുത്ത് ഉപയോഗിക്കേണ്ടത്, നിങ്ങളുടെ അധികാരം ഉപയോഗിക്കേണ്ടത് പ്രതിഷേധക്കാരുടെ നെഞ്ചത്തല്ല എന്ന്. ഇപ്പോൾ അവിടെ കണ്ടത് ജലപീരങ്കി, അതിനു മുന്നിൽ നെഞ്ചും വിരിച്ചു നിന്ന ഒരു പ്രായമായ
മനുഷ്യൻ. ആ വീഡിയോ ഉണ്ടെങ്കിൽ അതൊന്ന് കാണാം. അതിനെ തുടർന്നാണ് ഈ creately.in ഈ പോസ്റ്റ് വന്നത്. അതാ ദേശീയ പതാക ഉയർത്തി അവിടെ നിൽക്കുകയാണ്. നോവേറുന്ന കാഴ്ച, നെഞ്ചുപൊട്ടുന്ന കാഴ്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതും അല്ലേ? ദേശീയ പതാക ഇത്രയും അധികം, അതായത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ജലപീരങ്കി പ്രയോഗിക്കാം, പക്ഷേ പല തവണയാണ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ മമതാ സർക്കാരിൻ്റെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനെയൊക്കെ തന്നെ ശക്തമായിട്ട് ചെറുത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ദേശീയ പതാകയെ ഏന്തിക്കൊണ്ട് ഈ വൃദ്ധൻ ഇങ്ങനെ നിലകൊള്ളുന്നത്. അപ്പോൾ സോഷ്യൽ സ്കൂപ്പിനുള്ള സമയം ഇവിടെ കഴിയുകയാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് നീങ്ങാം. കട്ടിംഗ് സൗത്ത് പ്രചരണം ഇല്ലേ, അത് വളരെ കൂടുതലായിട്ട് ഇവിടെ സെമിനാറുകൾ, കോൺക്ലേവുകൾ. എന്താണ് കട്ടിംഗ് സൗത്ത്? വെട്ടിമുറിക്കൽ. ദക്ഷിണ ഭാരതത്തെ വെട്ടിമുറിക്കുക എന്ന പ്രചാരണത്തിനെതിരെ കേസരി സംഘടിപ്പിക്കുന്ന മാധ്യമ കോൺക്ലേവ് ഇന്ന് നടക്കും. തിരുവനന്തപുരത്ത് നടക്കുന്ന ബ്രിഡ്ജിംഗ് സൗത്ത് സമ്മേളനം ഇതടക്കമുള്ള വിഘടനവാദം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. ദക്ഷിണ സംസ്ഥാനങ്ങൾ ഉത്തര ഭാരതത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന പ്രചാരണത്തിന് പിന്നിലെ മാധ്യമ താല്പര്യങ്ങളെ സെമിനാർ വിശകലനം ചെയ്യും. വിവരങ്ങളുമായി പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, നമസ്തേ. ഒരിക്കൽ കൂടി കട്ടിംഗ് സൗത്ത് എന്ന വിഭജന രാജ്യവിരുദ്ധ മുദ്രാവാക്യത്തിനെതിരെ രാജ്യത്തെ ഒന്നിപ്പിക്കുന്ന മുദ്രാവാക്യവുമായാണ് ഈ മാധ്യമ കോൺക്ലേവ് നടക്കുന്നത് അല്ലേ? അതേ പ്രദീപ്, കാരണം 60കളിൽ ദ്രാവിഡ നാട് രൂപീകരിക്കാനുള്ള EV രാമസ്വാമിയുടെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള പ്രചാരണങ്ങൾ, പിന്നീട് അത് രാജ്യത്ത് നിശ്ചലമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയെങ്കിലും അതിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയെങ്കിലും 2023 60 വർഷത്വം കഴിഞ്ഞിട്ടാണ് ഈ രീതിയിൽ വീണ്ടും ഒരു കട്ടിംഗ് സൗത്ത് എന്ന രീതിയിലുള്ള ഒരു അജണ്ട നമ്മുടെ രാജ്യത്തെ വീണ്ടും ചർച്ചയാക്കാൻ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ ചില മാധ്യമങ്ങളും അത് വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്ന ആരോപണം നേരിടുന്ന ചില മാധ്യമങ്ങളടക്കമുള്ളവർ, സർക്കാർ സംവിധാനങ്ങൾ, ചില മാധ്യമ സ്കൂളുകൾ എന്നിവയുടെ എല്ലാം നേതൃത്വത്തിൽ ഇത്തരം ഒരു പരിപാടി നടന്നത്. അതിനെതിരെ വലിയ വിമർശനങ്ങൾ അന്നുണ്ടായിരുന്നു. വലിയ രാജ്യവിരുദ്ധ നിലപാടുകളാണ് എന്നുള്ള ആരോപണങ്ങൾ ഉയർന്നു. പ്രത്യേകിച്ച് ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കാനഡ പോലെയുള്ള വിദേശ രാജ്യങ്ങളുടെ ഫണ്ട് സ്വീകരിച്ചു എന്നുള്ള വിമർശനങ്ങൾ വന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉയർന്ന സമയത്തായിരുന്നു കേസരി വാരികയുടെ 75ാം വാർഷിക കാലഘട്ടം വന്നത്. അതിനനുസരിച്ച് 2023 ഡിസംബർ കാലത്താണ് ആദ്യത്തെ ഇത്തരം ഒരു കോൺക്ലേവ്, അതായത് കട്ടിംഗ് സൗത്ത് എന്ന് പറയുന്നവർക്ക് ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള ഒരു പേരിലൂടെ ഒരു മറുപടി നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനൊരു തിരിച്ചടി നൽകിക്കൊണ്ട് കേസരി വാരിക ഇത്തരം ഒരു കോൺക്ലേവ് ആദ്യം നടത്തുന്നത്. അത് ഡൽഹിയിലായിരുന്നു. പിന്നീട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം കോൺക്ലേവുകൾ നടന്നു. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്തെ പ്രമുഖർ ആ കോൺക്ലേവുകൾക്കൊപ്പം അണിനിരക്കുന്ന കാഴ്ചയുണ്ടായി. വിഭജന രാഷ്ട്രീയം പറയുന്നവർക്ക് അതേ നാണയത്തിൽ ചുട്ട മറുപടി നൽകിക്കൊണ്ട് ഇതൊരു ഉത്തര ഭാരതവും ദക്ഷിണ ഭാരതവുമല്ല, ഇത് ഏകധാരയാണ് എന്നുള്ള ഒരു ചിന്താധാരയ്ക്ക് അതിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയിട്ട് വന്ന സെമിനാറുകളായിരുന്നു അത്. അതിന്റെ ഭാഗം, അതിന്റെ സെക്കൻഡ് എഡിഷനാണ് ഇന്ന് തിരുവനന്തപുരത്ത് സൗത്ത് പാർക്ക് ഹോട്ടലിൽ നടക്കുന്നത്. കൃത്യമായ ആശയങ്ങൾ മുന്നോട്ട് വെക്കുകയാണ്. അതായത് നിലവിലത്തെ ഇന്നത്തെ സെമിനാറിന്റെ പ്രധാനപ്പെട്ട ഈ ബ്രിഡ്ജിംഗ് സൗത്ത് എന്നുള്ള കോൺക്ലേവിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ തീർത്ഥാടനത്തിലൂടെയും ടൂറിസത്തിലൂടെയും സാംസ്കാരിക ഏകത്വം എന്നുള്ള ഒരു ആശയമാണ് അത് മുന്നോട്ട് വെക്കുന്നത്. വിവിധ വിഷയങ്ങളിലായി 4ഓളം സെഷനുകൾ ഈ നടക്കുന്നുണ്ട്. അതിൽ മാധ്യമരംഗത്തെ വിഭജന അല്ലെങ്കിൽ പ്രശ്നത്തിലേക്ക് വരാം. ഇപ്പോൾ സന്ദീപ് വാര്യർ നമ്മളോടൊപ്പം ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ. സന്ദീപ് വാര്യർ, നമസ്തേ. ഇത് പ്രദീപാണ്, ഒപ്പം രജനിയുമുണ്ട്. വളരെ ശക്തമായ ഒരു സന്ദേശം അല്ലെ, കട്ടിംഗ് സൗത്തുമായി രംഗത്തിറങ്ങിയ മാധ്യമ ഇന്റലക്ച്വൽ ജാടുകൾക്കെതിരെ, അതല്ലെങ്കിൽ കൃത്യമായ വിഘടനവാദത്തിനെതിരെ ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന മാധ്യമ കോൺക്ലേവ്. സന്ദീപ് ജി. തീർച്ചയായിട്ടും നമുക്കറിയാം, കുറച്ചു കാലമായിട്ട്, പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തെ ഒന്നിപ്പിക്കാനുള്ള, രാജ്യത്തെ ആശയപരമായും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായും ഒക്കെ പലപ്പോഴും നിയമപരമായും ഒക്കെ വിഘടിച്ച് നിന്നിരുന്ന ഭൂപ്രദേശങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കാൻ നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമുണ്ട്. ആർട്ടിക്കിൾ 370 അബ്രഗേഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ, അതുപോലെ തന്നെ രാജ്യത്തെ നിയമങ്ങളിലെ പല നിയമങ്ങളെയും ഏകീകരണം, GST ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ,
ഇത്തരം കാര്യങ്ങളൊക്കെ രാജ്യത്തെ ഏകോപിപ്പിക്കുക, രാജ്യത്തെ ഐക്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി മുന്നോട്ട് പോയ സമയത്ത് രാജ്യത്തുടനീളം ഒരു ദേശീയ ബോധം രൂപപ്പെടുകയും ആ ദേശീയ ബോധത്തിന്റെ ഭാഗമായി ജനങ്ങൾ കൂടുതലായിട്ട് വളരെ ദേശസ്നേഹികളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ ശത്രുക്കൾ അച്ചാരം കൊടുത്ത് പ്രവർത്തിപ്പിക്കുന്ന അവരുടെ ചില ഏജൻസിയുടെ കട്ടിംഗ് സൗത്ത് എന്നൊരു അജണ്ടയുമായിട്ട് രംഗത്തിറങ്ങി. ദക്ഷിണ ഭാരതം ഉത്തര ഭാരതത്തിന് വ്യത്യസ്തമാണ്, വ്യതിരിക്തമാണ്, സംസ്കാരം വ്യത്യസ്തമാണ് എന്നൊക്കെ പലതരത്തിലുള്ള നെറേറ്റീവുകൾ ബിൽഡ് ചെയ്തുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കാനുള്ള ഒരു പരിശ്രമമാണ് ഇക്കൂട്ടർ നടത്തിയത്. വലിയ തോതിലുള്ള ബൗദ്ധിക രംഗത്ത് വലിയ തോതിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണമുള്ള വ്യക്തികളെ അണിനിരത്തിക്കൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് മാധ്യമ താളുകൾ ഉപയോഗിച്ചുകൊണ്ടൊക്കെ വലിയ പ്രചണ്ഡമായ പ്രചരണം ഇതിനുവേണ്ടി നടന്നു. ഇതിനുവേണ്ടി വലിയ തോതിൽ ഫണ്ട് ഒഴുക്കപ്പെട്ടു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശത്രു രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ തോതിലുള്ള ഫണ്ട് ഇതിനു വേണ്ടി ഒഴുക്കപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇത്തരം ഛിദ്രശക്തികളുടെ പുണിയാളുകളായിട്ടുള്ള ചില ആളുകൾ അതിനുവേണ്ടി ആസൂത്രിതമായി രംഗത്തിറങ്ങി അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു ചരിത്രമുണ്ട്, നമ്മുടെ മണ്ണിനൊരു ശക്തിയുണ്ട്. ഇത്തരം പ്രതിലോമ ശക്തികൾ ഉടലെടുക്കുന്ന സമയത്ത് എല്ലാ കാലത്തും ഭഗവാൻ പറഞ്ഞിട്ടുള്ളതുപോലെ അധർമ്മത്തെ നിഗ്രഹിക്കാൻ വേണ്ടി ധർമ്മത്തിന്റെ ഉദയം കണ്ടേ പറ്റൂ. അങ്ങനെ ധർമ്മത്തിന്റെ ഉദയമായിട്ടാണ്, ധർമ്മത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമായിട്ടാണ് കേസരിയുടെ ഈ കോൺക്ലേവിനെ ഞാൻ കാണുന്നത്. അത് ബ്രിഡ്ജിംഗ് സൗത്ത് എന്ന കോൺക്ലേവിനെ കാണുന്നത്. രാമസേതു കെട്ടിയതുപോലെ, ഭഗവാൻ രാമസേതു കെട്ടിയതുപോലെ, സീതാദേവിയെ രക്ഷിക്കാൻ വേണ്ടി കെട്ടിയ രാമസേതു പോലെ ഒരു പാലം കെട്ടുകയാണ്. സൗത്തും നോർത്തും തമ്മിൽ ഡിവൈഡ് ഇല്ല, പക്ഷെ അദൃശ്യമായ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ, ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ രാജ്യവിരുദ്ധ ശക്തികൾ നടത്തിയിട്ടുള്ള പരിശ്രമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അത് ഇല്ലാതാക്കിക്കൊണ്ട് കേസരി നടത്തുന്ന ഈ പുതിയ പാലത്തിന്റെ നിർമ്മാണം, ബ്രിഡ്ജിംഗ് സൗത്ത്, തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഈ പരിപാടിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ സന്ദീപ് വാര്യർ. നമ്മളിപ്പോൾ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും രാജ്യാന്തര വാർത്തകളിലേക്ക് പോകണം. ബംഗ്ലാദേശിൽ സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്, അതിനുശേഷം ശിശുക്ഷേമ സമിതിയിൽ അരങ്ങേറുന്ന വളരെ ശിശുവിരുദ്ധമായ, അതായത് മറ്റു മാധ്യമങ്ങളൊന്നും കൊടുക്കാതെ വെച്ചിരുന്ന വാർത്ത, മാധ്യമങ്ങൾ എല്ലാവരും ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹികൾക്ക് PR ചെയ്യുന്നതാണെന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇടവേളയ്ക്ക് ശേഷം. പുത്തുമുലരി തുടരുന്നു. അടുത്ത ബംഗ്ലാദേശിലെ വാർത്ത. ഷെയ്ഖ് ഹസീനെ ബംഗ്ലാദേശിൽ തിരിച്ചെത്തിച്ച് വിചാരണ തുടരണമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി. ഭാരതം ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണമെന്ന ആവശ്യവും നാഷണലിസ്റ്റ് പാർട്ടി ഉയർത്തുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാനും സംഭവ വികാസങ്ങൾ കാരണമാകുന്നു. ഇതിനിടെ രാജ്യത്ത് നിലനിന്നിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം ഇസ്ലാമി ഛത്ര ശിബിറിൻ്റെയും നിരോധനം നീക്കി. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഭാരതവും ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്ര ബന്ധം, അതിൽ വിള്ളൽ വരുത്തുവാനായിട്ടാണ് ചില ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിച്ച് വിചാരണ നടത്തണമെന്നുള്ള ആവശ്യമാണ് വരുന്നത്. തീർച്ചയായും രജനി, ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിക്കണമെന്നൊരാവശ്യം തന്നെയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, അവരെ വിചാരണ ചെയ്യണമെന്നൊരാവശ്യവും അതുപോലെ തന്നെ അതിനു മുൻപ് അവരുടെ ഈ നിഷ്കാസനം ചെയ്യുന്നതിന് തൊട്ട് മുൻപും അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് ആ ഒരു സൂചനയുടെ ഭാഗമായിട്ടാണോ എന്നും തന്നെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ അടുത്ത ദിവസമാണ് ബംഗ്ലാദേശിലെ നിലവിലെ കാവൽ മന്ത്രിസഭയുടെ നേതാവ്, കാവൽ മന്ത്രിസഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീനയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കിയത്. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭാരതത്തിൽ തുടരുന്ന ഇവരെ ഏത് രീതിയിൽ തിരിച്ചയക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു അതിസങ്കീർണമായ നയതന്ത്ര വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമ്പോൾ നിലവിൽ അവർ പാസ്പോർട്ട് ഇല്ലാതെ ഭാരതത്തിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെടാനുള്ള രാജ്യത്ത് നിൽക്കുന്നു, രക്ഷ തേടിയുള്ള രാജ്യത്ത് തുടരുന്നു എന്നാണ് അർത്ഥം. അത് അന്താരാഷ്ട്ര ധാരണകൾക്കെല്ലാം തന്നെ വിരുദ്ധമാണ്. ഡിപ്ലോമാറ്റുകൾക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്ക് മാത്രമാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ രാജ്യം അവർക്കൊരു രാഷ്ട്രീയ അഭയം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അത് വലിയൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ്. എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതുകൊണ്ട്
ഇവരെ തിരിച്ചയക്കേണ്ടത് ഒരു സമ്മർദ്ദത്തിലേക്ക് അവർ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എത്തുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള താൽക്കാലിക സർക്കാർ എത്തുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കും. മാത്രമല്ല മറ്റൊരു പ്രധാന സംഭവവികാസം കൂടി ബംഗ്ലാദേശിൽ ഇക്കഴിഞ്ഞ ദിവസം, അതായത് ഏതാണ്ട് ഒരു 24 മണിക്കൂറിനുള്ളിലുണ്ടായ സംഭവവികാസങ്ങളുടെ ഭാഗമായി വന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയും നിരോധനം നീക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ നേരത്തെ നിരോധനം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് നേരിട്ട് രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റോ നടത്തുന്നതിനുള്ള സാധ്യതയില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ വീണ്ടും രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലുള്ള ഇസ്ലാമിക വിഭാഗങ്ങൾക്കും അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാം തന്നെ ഒരു അനുമതി നൽകുന്നൊരു നീക്കമുണ്ടാകുന്നു എന്നതാണ് ഏറെ. അതിലേക്കാണ് ഞാൻ വരുന്നത്. ഒരു ഭാഗത്ത് ഷെയ്ഖ് ഹസീനയെ തിരികെ എത്തിക്കണം അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം ഭാരതത്തോട് ഈ പാർട്ടി ഉന്നയിക്കുന്നു. മറുഭാഗത്ത് അവർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു, അത് റദ്ദാക്കുന്നു. ഷെയ്ഖ് ഹസീനയെ ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ഷെയ്ഖ് ഹസീന അവിടെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് നാട് കടന്നൊരു കുറ്റവാളി അല്ല. അതുകൊണ്ട് ആ ചോദ്യവും ആ ആവശ്യവും അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമി ഛാത്ര ശിബിറിന്റെയും നിരോധനം നീക്കി എന്നുള്ള വാർത്ത ഐസൻ പറഞ്ഞതാണ്. അതായത് അവിടെ എന്തിന്റെ പേരിലാണോ പ്രക്ഷോഭം നടന്നത്, കഴിഞ്ഞ ദിവസം അറിവായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവിടെ നടന്നിരുന്നത് യഥാർത്ഥത്തിൽ ആദ്യം നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെ ആയിരുന്നു തുടക്കത്തിൽ. അതായത് തുടക്കത്തിൽ ഈ അവരുടെ രാഷ്ട്രപിതാവായ മുജിബുർ റഹ്മാന്റെയും ഈ മുക്തിബാഹിനി അടക്കമുള്ള, അതായത് അവിടെ ഈ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പാകിസ്ഥാന്റെ അധീശത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായി പോരാടിയവർക്കായി ഒരു സംവരണം ഏർപ്പെടുത്തിയിരുന്നു. അതിന്റെ ന്യായം അന്യായം ഒക്കെ വേറെ നിൽക്കട്ടെ. ആ ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. പക്ഷേ ആ വിഷയവും ആ സമരവും അവസാനിച്ചിരുന്നു. സുപ്രീം കോടതി പറഞ്ഞു ഇത് നിലനിൽക്കുന്ന ഒരു ഉത്തരവല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അത് റദ്ദാക്കി ആ പ്രക്ഷോഭം അവിടെ തീർന്നു. ആ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ചില തീവ്രവാദ ശക്തികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പ്രക്ഷോഭത്തിന്റെ മറവിൽ ഈ മറവിൽ പിന്നെ നടന്നത് എന്താണ്? ഭാരത വിരുദ്ധ കലാപം, ഹിന്ദു വിരുദ്ധ കലാപം. ഇവരുടെ ഏത് റിസർവേഷൻ, ഏത് സംവരണമാണ് 400 450 ക്ഷേത്രങ്ങൾ കത്തിച്ചാൽ, നശിപ്പിച്ചാൽ ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത്? അപ്പോൾ വളരെ വ്യക്തമായിരുന്നു ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഭാരത വിരുദ്ധ, ഹിന്ദു വിരുദ്ധ, ക്ഷേത്ര വിരുദ്ധ കലാപം നടത്തിയ, അതിന് നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമി ഛാത്ര ശിബിറിന്റെയും ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടന, ഇതിന്റെയും ഒരുപക്ഷെ സിമിയുടെ അവിടുത്തെ രൂപമായിരിക്കാം അത്, ഛാത്ര ശിബിറിന്റെയും നിരോധനം നീക്കിയതിലൂടെ ഈ നൊബേൽ സമ്മാന ജേതാവിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ്? അദ്ദേഹവും ഈ തീവ്രവാദ ശക്തികളുടെ അടിമയായി കഴിഞ്ഞോ ഐസൻ ജോസ്? പ്രദീപ്, തീർച്ചയായും അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു അതിക്രമങ്ങൾ, ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങൾ നമുക്ക് തസ്ലീമ നസ്രീൻ്റെ കാലം തൊട്ടേ നമുക്കത് അറിയാവുന്നൊരു വിഷയമാണ്. അത്തരത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു വിവേചനം നിലനിൽക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും എല്ലാം തന്നെ. അത്തരത്തിലൊരു ക്ലൻസിങ് അല്ലെങ്കിൽ ഒരു വംശീയ ശുദ്ധി എന്നൊന്നും പറയാൻ സാധിക്കില്ല, സാങ്കേതികമായി പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി അത്തരത്തിൽ അവിടെയുള്ള മൈനോറിറ്റീസിനെ ഇല്ലാതാക്കുന്നതിനെ, ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ളൊരു കലാപവും ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിഷയങ്ങളുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്ന് അത് മറ്റൊരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത്. തീർച്ചയായും അത് ഏത് രീതിയിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന്, പാകിസ്ഥാൻ അനുകൂലമായി ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നതാണോ എന്ന് പോലും ചിലയിടങ്ങളിൽ സംശയം ഉയരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിൽ സംബന്ധിച്ചൊരു വ്യക്തത അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ കടന്നു കയറിയിട്ടുണ്ട്, അവർ ഇത്തരത്തിലുള്ള വെസ്റ്റഡായ ചില ഇൻട്രസ്റ്റുകൾ നടപ്പാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി നേരിട്ട് ഈ രാഷ്ട്രീയ നേട്ടം മാത്രമാണോ അല്ലെങ്കിൽ ചില അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളുണ്ടോ എന്ന സംശയങ്ങളെല്ലാം തന്നെ അതിശക്തമായി ഉയരുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ ഛാത്രസമിതിയുടെയും ഛാത്ര ശിബിറിൻ്റെയും ഈ നിരോധനം നീക്കിയിരിക്കുന്നത്. നേരത്തെ ഈ നിരോധനം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ, ഇത് ഭാരതത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ PFI ഉൾപ്പെടെയുള്ള സംഘടനകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറുക, അത്തരത്തിലുള്ള ഒരു ഷേഡോ വർക്കിംഗ് പാറ്റേൺ നടന്നിരുന്നു. അതേ ഷേഡോ വർക്കിംഗ് പാറ്റേൺ തന്നെയായിരുന്നു അവിടെയും നടന്നിരുന്നത്. എന്നാൽ ഇന്ന് അവർ മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആളുകളെ സംഘടിപ്പിക്കുന്നതിനും ഇത്തരത്തിലുള്ള ഒരു ഭീകര സ്വഭാവത്തോടെ സംഘടിപ്പിക്കുന്നതിനും
സൃഷ്ടിക്കുന്നതിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനുമുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക അടുത്ത തെരഞ്ഞെടുപ്പിലെന്ന കൃത്യമായൊരു ലക്ഷ്യം തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത്. മുഹമ്മദ് യൂനുസ് അതിനെ പിന്തുണ നൽകുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായി പരിശോധിക്കേണ്ടത്. കാരണം നമുക്കറിയാവുന്നതാണ്, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നൊബേൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയാണ്. മൈക്രോ ഫിനാൻസിങ് സംവിധാനത്തിലൂടെ ജനകീയവൽക്കരിച്ച ജനങ്ങളുടെ പട്ടിണി അകറ്റാൻ വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഭാഗമായി അദ്ദേഹത്തെ ലോകം ആദരിച്ചൊരു വ്യക്തി കൂടിയാണ്. അതേ സംവിധാനം തന്നെ, സമാധാന സമ്മാനം പോലും നൽകുന്ന അതേ സംവിധാനം തന്നെയാണ് ഈ നൊബേൽ സമ്മാനം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചത്. അദ്ദേഹം തന്നെ ഈ കാര്യത്തിന് നേരിട്ട് ഇറങ്ങുന്നു എന്ന് പറയുന്നതിലൊരു വിരോധാഭാസമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. ലോകത്തെ ഏറ്റവും വലിയ സമാധാന സമ്മാനം നൽകുന്ന സംവിധാനം തന്നെ, സാങ്കേതികമായി ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി അതേ സംവിധാനം തന്നെ നൽകിയ മറ്റൊരു നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിൻ്റെ ജേതാവ് കൂടിയായ, നോബൽ ലൊറേറ്റ് കൂടിയായ ഈ വ്യക്തി ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തുന്നത് ഏറെ ഗൗരവതരമായി ചിന്തിക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഏത് സ്ഥലത്ത് പോയാലും അതൊരു വംശീയ ശുദ്ധീകരണം അല്ലെങ്കിൽ മതപരമായൊരു ശുദ്ധീകരണം ആ സമൂഹത്തിൽ ഉണ്ടാക്കുക. ശുദ്ധീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു മതങ്ങളെ ഇല്ലാതാക്കുക എന്ന രീതിയിലുള്ളൊരു ശുദ്ധീകരണം. അതിന് ശുദ്ധീകരണം എന്ന വാക്ക് സാങ്കേതികമായി പ്രയോഗിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഈ റിലീജിയസ് ക്ലൻസിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തുടർച്ചയായി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാക്കിയാൽ ഭാവിയിൽ അത് വലിയൊരു രാഷ്ട്രീയ ഡെപ്പോസിറ്റാക്കി മാറ്റാൻ സാധിക്കും. അത്തരത്തിലുള്ള രാഷ്ട്രീയ ഡെപ്പോസിറ്റ് ആയാൽ കുറേയൊക്കെ ശക്തമായ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ഏഷ്യയിലെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നതിന് മാത്രമല്ല, ഭാരതത്തിലേക്കുള്ള ശക്തമായ ഒരു ഇൻഫിൽട്രേഷനുള്ള സാധ്യതകൾ അതും കൂടി വളർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് കടന്നു കയറുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഒരു തള്ളൽ കൂടാനുള്ള സാധ്യത കൂടി അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പ്രശ്നമുണ്ടായ നിമിഷം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസും എല്ലാം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ആ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബംഗ്ലാദേശിലെ കുടിയേറ്റക്കാർ ഈ ഭാരതത്തിലെത്തിയിട്ടുണ്ടാകുന്ന ക്രിമിനൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിൽ ഭാരതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ ഒരു അന്താരാഷ്ട്ര വിഷയം എന്നതിനപ്പുറം ഭാരതത്തിൻ്റെ ആഭ്യന്തര വിഷയം കൂടിയുമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ശക്തിപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ഷെയ്ഖ് ഹസീനയെ തിരിച്ചു കൊണ്ടുവരണം, അതിനുവേണ്ടി അവരുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കിയാൽ അവരെ ഏത് രീതിയിലാണ്, കാരണം നിലവിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമ്പോൾ അവരൊരു ഒഫീഷ്യലല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് വൈറ്റ് പാസ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അവരുടെ സാധാരണ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലേക്ക് എത്തുക. അതുകൊണ്ട് തന്നെ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സമ്മർദ്ദം കൊണ്ടുവരുന്നു എന്നൊരു നീക്കം തന്നെ ഉണ്ടാകുന്നത്. അത് വലിയ രാഷ്ട്രീയ ആഘാതങ്ങളിലേക്കും വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. തീർച്ചയായിട്ടും ഐസൻ, ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ കണ്ടിട്ട് പോലും ബംഗ്ലാദേശ് പാഠം പഠിക്കുന്നില്ല. അതല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകരിക്കാനാണോ ശ്രമിക്കുന്നത്, പാകിസ്ഥാന്റെ താളത്തിന് തുള്ളുകയാണോ എന്നറിയില്ല. ഏതായാലും സർവനാശത്തിനും സ്വയം നശിക്കാനും വേണ്ടിയുള്ള പാതയിലാണ് പോകുന്നത്. ശ്രീജിത്ത് കമന്റുകൾ കാണുന്നുണ്ട്, പക്ഷെ കമന്റുകൾ വായിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ്. മാത്രമല്ല മറ്റൊന്ന്, പ്രകാശ് മേൽക്കുട്ടി ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ ഒരു ശത്രു രാജ്യത്തിനാണ് ജന്മം കൊടുത്തതെന്ന് അന്നത്തെ ഒരു നേതാവ് പറഞ്ഞിരുന്നതായി പ്രകാശ് മേൽക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റ് പ്രേക്ഷകരുടെ എല്ലാം കമന്റുകൾ കാണുന്നുണ്ടായിരുന്നു. അജിത് ഭാസ്കർ ഈ ഭാഷ വന്നപ്പോൾ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്ഥിരം പ്രേക്ഷകരുടെയും നമസ്തയും ആശംസകളും ഒക്കെ ഉണ്ടെന്ന് എല്ലാം കണ്ടു. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ ഇപ്പോൾ ഒന്ന് ഇടപെട്ടത്. ഈ നമ്മുടെ റേറ്റിംഗ് കൂട്ടാനായി ഒരു തന്ത്രവുമായി ഒരു വിദ്വാൻ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് പേജിൽ. അദ്ദേഹത്തിനുള്ള മറുപടി കൃത്യമായി നമ്മുടെ പ്രേക്ഷകർ കൊടുത്തു കഴിഞ്ഞു. ഇനി അത് വ്യക്തമായില്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ ജനം TV തുടങ്ങിയത് കോടികൾ ലാഭമുണ്ടാക്കാനായി ഏത് വിധേനയും റേറ്റിംഗ് കൂട്ടി ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല. 5000-ത്തിലധികം വരുന്ന നിക്ഷേപകർ അവരുടെ ഹാർഡ് ഏൺഡ് മണി എന്ന് പറയും, അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പ്, രക്തം വിയർപ്പാക്കിയ പണം അത് സ്വരൂപിച്ച് തുടങ്ങിയ പ്രസ്ഥാനമാണ് TV. ഇതൊരു കേവലം കമേഴ്ഷ്യൽ ചാനലല്ല. റേറ്റിംഗ് ഞങ്ങൾക്ക് വേണം, ആൾക്കാർ കാണണം. കാരണം ഞങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് പാക്കേജിൽ പൊതിഞ്ഞ ഫണ്ട് വരാനില്ല, പിൻവാതിൽ കൂടി ഫണ്ട് വരാനില്ല, വിദേശത്ത് നിന്ന് അനധികൃത ഫണ്ട് വരാനില്ല. അപ്പോൾ മുൻവാതിലൂടെ ലഭിക്കുന്ന പരസ്യത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നതും ഇവിടെയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും. അതുകൊണ്ട് അത്തരം വാർത്തയിൽ കാണുന്ന സകല മസാലയുടെയും പുറകെ പോകാനും ആരെങ്കിലും ഒക്കെ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ അതെല്ലാം കാണിക്കാനും
തൽക്കാലം നിവൃത്തിയില്ല എന്ന് പറയുന്നു. പിന്നെ ഈ പറയുന്ന വാർത്തയ്ക്ക് പ്രസക്തിയുണ്ടോ ഇല്ലേ എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതുപോലെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാർത്തയിലേക്ക് കൂടി വരാം. ഇവിടെ ഭരിക്കുന്ന സർക്കാരും ആ ഭരിക്കുന്ന പാർട്ടിയും ശിശുക്ഷേമ സമിതി പോലെ ചെറിയ കുട്ടികൾ താമസിക്കുന്ന ഇടത്തേക്ക് ആരെയൊക്കെയാണ് നിയോഗിക്കുന്നത് എന്നും കാണാം ഇടവേളയ്ക്ക് ശേഷം. പ്രദീപ് പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ചില ന്യൂസുകൾ മാത്രമേ പറ്റുള്ളൂ. എന്നാൽ ഒളിച്ചു വയ്ക്കപ്പെടുന്ന പല ന്യൂസുകളും ഉണ്ട് എന്ന് ജനൻ TV കാണിക്കുന്നതാണ്. ആ ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊലക്കേസ് പ്രതി ശിശുക്ഷേമ സമിതിയിൽ ജീവനക്കാരനായി തുടരുന്നതിൽ മൗനം തുടർന്ന സർക്കാർ. മണ്ണന്തല രഞ്ജിത്ത് കൊലക്കേസിലെ 4ാം പ്രതിയായ അജികുമാറാണ് CWCയിൽ ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി തുടരുന്നത്. ജീവനക്കാർക്കിടയിൽ അമർഷം രൂക്ഷമായിട്ടും അജികുമാറിന് സംരക്ഷണം ഒരുക്കുകയാണ് ഉന്നത CPM നേതൃത്വം. സ്റ്റാഫ് യൂണിയന്റെ തലപ്പത്തും അജികുമാറിനെ അവരോധിച്ചിരുന്നു. പ്രജിത് മോഹനും ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. പ്രജിത്ത്, ഗുരുതരമായ കുറ്റം ചെയ്ത കൊലക്കേസിലെ പ്രതിയാണ് അജികുമാർ. ആ അജികുമാറിനെയാണ് ശിശുക്കൾ മാത്രമുള്ള ഒരു സ്ഥലത്തെ നിയമിച്ചിരിക്കുന്നതും അതിന് പുറമെ CITU തലപ്പത്ത് തന്നെ അവരോധനം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് വളരെ വ്യക്തമാവണം. ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു അബദ്ധമോ ഒന്നുമല്ല. കൃത്യമായ രാഷ്ട്രീയ നിയമനമാണ് ശിശുക്ഷേമ സമിതിയിൽ നടക്കുന്നത്. പാർട്ടി നിയോഗിക്കുന്ന ആളാണ് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി. ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറിയുടെ പേര് അരുൺ ഗോപി. എന്തായാലും പാർട്ടിയുടെയും അദ്ദേഹത്തിൻ്റെയും അറിവും പേട്രണേജും ഇല്ലാതെ ഇങ്ങനൊരു പ്രതി, കൊലക്കേസ് പ്രതി അവിടെ വരില്ല. അദ്ദേഹം നോക്കുന്ന 100-ലധികം കുട്ടികളുള്ള 18 വയസ്സ് വരെയുള്ള പെൺകുട്ടികളുള്ള സ്ഥലം, ചെറിയ കുട്ടികളുള്ള സ്ഥലം, ജുവനൈൽ ജസ്റ്റിസ് ആക്ടിലെ പല കാര്യങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സ്ഥാപനം. ഈ കഴിഞ്ഞ ദിവസം കഴക്കൂട്ടത്ത് നിന്ന് നാട് വിട്ടുപോയ കുട്ടിയെ പോലെ തിരികെ കൊണ്ടുവന്നപ്പോൾ പാർപ്പിച്ചിരുന്നത് ഇവിടെയാണ്. ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകുന്നത് വരെ ഇങ്ങനെയുള്ള ശിശുക്ഷേമ സമിതിയിലാണോ കൊലക്കേസ് പ്രതിയെ വെച്ചിരിക്കുന്നത്? അതിലൊരു പ്രതികരണവും ഇല്ലേ. ഈ പറയുന്നത് മാത്രമല്ല, അവിടെ ഒരു പിന്നോക്കക്കാരിയായ യുവതി ഹൈക്കോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചിരുന്നു, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്ന്. ആ പ്രൊമോഷനും കൊടുക്കാതെ ഇദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യാനാണ് ആ പ്രൊമോഷൻ വഹിക്കുന്നത്. സമ്മർദ്ദത്തിന് വഴങ്ങി അവരെ കൊണ്ട് കോടതിയിൽ ഏതാണ്ട് ഒത്തുതീർപ്പ് നടത്തിച്ചിട്ടുണ്ട്. പ്രജിത് മോഹനൻ, ശിശുക്ഷേമ സമിതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? പ്രദീപ്, നടക്കാൻ പാടില്ലാത്തതെല്ലാം നടക്കുന്നൊരു സ്ഥാപനമായി നമ്മുടെ സംസ്ഥാനത്തെ ശിശുക്ഷേമ സമിതി മാറി എന്നുള്ളതാണ് ഈ വാർത്തയോടൊപ്പം നമുക്ക് പറയേണ്ടി വരുന്ന ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഈ ശിശുക്ഷേമ സമിതി എന്ന് പറയുന്നത് നമുക്കറിയാം, കൃത്യമായി ഏതാണ്ട് 100-ലധികം പെൺകുട്ടികൾ, അതിൽ പലരും പോക്സോ കേസിലെ അതിജീവിതകളുണ്ട്, വീട് വിട്ടുപോയവരുണ്ട്, മറ്റ് കാരണങ്ങളാൽ വീടുകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ടി വന്നവരുണ്ട്. അതോടൊപ്പം തന്നെയാണ് ദത്ത് നൽകാനുള്ള 100-ഓളം കുട്ടികളുള്ള സ്ഥാപനമാണ്. അങ്ങനെ 100-ലധികം പെൺകുട്ടികളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവിടെ അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പുനരധിവാസവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ട ഒരു സ്ഥാപനത്തിലാണ് വളരെ ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടു എന്നുള്ള രീതിയിൽ പ്രതിയാക്കപ്പെട്ട് കേരള പോലീസ് കേസെടുത്ത് പ്രതിയാക്കപ്പെട്ട് വിചാരണ നേരിടുന്ന ഒരാൾ ഇങ്ങനെ ജീവനക്കാരനായി തുടരുന്നത്. വെറും ഒരു ജീവനക്കാരനല്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അയാളോട് ഒരു ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റ് ആണ്. അടുത്ത കാലത്ത് ചില മാധ്യമ വാർത്തകൾ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജൂനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമായിരുന്ന ഒരാളാണ്. അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് ഇല്ലാതാക്കിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും CWCയുടെ തലപ്പത്തുള്ള CPMന്റെ ആശ്രിതരായി നിൽക്കുന്ന ആളുകളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയുടെ നേതൃത്വത്തിലൊക്കെ അതിനുള്ള നടപടിക്രമങ്ങളുമായി അവർ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ അജികുമാറിന് നൽകിയ സൗകര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടാൽ ഒരുപക്ഷെ കേരള സംസ്ഥാനത്തെ മറ്റ് സർക്കാർ ജീവനക്കാരൊക്കെ ഒരുപക്ഷെ നമ്മൾ എന്തിന് സർക്കാർ ജീവനക്കാരായി തുടരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് തന്നെ തോന്നിപ്പോകും. കാരണം 2008 ഏപ്രിൽ മുതൽ 2009 ഏപ്രിൽ വരെ ഒരു വർഷത്തോളം ഈ മണ്ണന്തല രഞ്ജിത്ത് കേസുമായി ബന്ധപ്പെട്ട ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്, അല്ലെങ്കിൽ വിചാരണ കാലത്ത് ജയിലിൽ കിടന്നയാളാണ് അദ്ദേഹം. ജയിലിൽ നിന്നിറങ്ങി പിന്നാലെ ഏതാണ്ട് ഏപ്രിലിൽ ജയിലിൽ നിന്നിറങ്ങുന്നു. ഡിസംബറിൽ അദ്ദേഹത്തിന് 10 വർഷത്തെ സർവീസ് കാലയളവ് പരിഗണിച്ച് ഫസ്റ്റ് ഗ്രേഡ് അസിസ്റ്റന്റായി സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. പിന്നീട് 2023 ആകുമ്പോഴത്തേക്കും ഈ ജയിലിൽ കിടന്ന കാലയളവ് കൂടി പരിഗണിച്ച് അദ്ദേഹത്തിന് വീണ്ടും ഒരു ജൂനിയർ സൂപ്രണ്ട് സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം നൽകണമെന്നുള്ള അപേക്ഷ അദ്ദേഹം നൽകുന്നു. അതിന് വലിയ പരിഗണന ലഭിക്കുന്നു. AKG സെന്ററിൽ നിന്നടക്കം ശുപാർശ വരുന്നു. പിന്നീട് ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള GL അരുൺ ഗോപി അതിന് പ്രത്യേക താല്പര്യമെടുത്ത് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. പിന്നീട് മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നതോടെ അതിനൊരു ചെറിയ തണുപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനുള്ള നടപടിക്രമങ്ങൾ തുടരുകയാണ്. ഇതിനിടയിൽ ജീവനക്കാർക്കിടയിൽ അജികുമാറിനെതിരെ വലിയ വിമർശനങ്ങളും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനെതിരെയൊക്കെയുള്ള വലിയ ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ CITUവിന്റെ നേതൃത്വത്തിലുള്ള
CWCയിലെ എംപ്ലോയീസ് സ്റ്റാഫ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വീണ്ടും ഈ അജയകുമാറിനെ അവരോധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. അങ്ങനെ ആകെ മൊത്തം വലിയ സൗകര്യങ്ങളാണ് ഒരു കൊലക്കേസ് പ്രതിക്ക് CWCയിൽ ചെയ്തു നൽകുന്നത്. സ്വഭാവദൂഷ്യമുള്ള ആളുകളെ പോലും ജീവനക്കാരായി എടുക്കാൻ പാടില്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഒരു കൊലക്കേസ് പ്രതി സർവ്വ സൗകര്യങ്ങളോടും കൂടി സർവ്വ അധികാരങ്ങളോടും കൂടി വാഴുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയധികം സൗകര്യങ്ങൾ അദ്ദേഹത്തിന് ഈ സംസ്ഥാന ശിശു വികസന വകുപ്പും അതോടൊപ്പം തന്നെ ക്ഷേമ സമിതിയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളും CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാം ചെയ്തു നൽകുന്നുണ്ട്. കാരണം ഈ എംപ്ലോയി സ്റ്റാഫ് ഈ ക്ഷേമ സമിതിയിലെ ജീവനക്കാരുടെ സംഘടനയിൽ പോലും ഇയാൾക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് കൃത്യമായ ഒരു വിമർശനം ഉന്നയിക്കാനോ പൊതുവേദിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകാനോ സാധിക്കാത്തത് ഈ CPM നേതൃത്വം ഈ അജയകുമാറിന് നൽകുന്ന വലിയൊരു പിന്തുണയുണ്ട്. പല വിഷയങ്ങൾ വരുമ്പോഴും അജയകുമാറിനെ സംരക്ഷിച്ചു പിടിക്കുന്നത് ഈ CPM നേതൃത്വമാണെന്ന് പറയുന്നു. സംസ്ഥാനത്തെ പ്രമുഖരായ നേതാക്കളുമായിട്ടെല്ലാം അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് കൊണ്ട് തന്നെ തങ്ങൾ ആ ഒരു അമർഷമുണ്ടായിട്ടും അത് അടക്കി മുന്നോട്ട് പോകുന്ന സാഹചര്യം. പ്രജിത് മോഹനൻ 2-3 കാര്യങ്ങൾ ഇപ്പോൾ സമയം കുറവ് മൂലം ഇപ്പോൾ ഇത് ഇവിടെ നിർത്തുകയാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഏതാനും നിമിഷത്തേക്ക് 9 മണി മുതലുള്ള എല്ലാ ബുള്ളറ്റിനിലും ഇതിന്റെ വിശദാംശങ്ങളുമായി പ്രജിത്ത് ചേരണം. 1. 2 സന്ദേശം വളരെ വ്യക്തമാണ്. നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാം. നിങ്ങൾക്ക് ജോലി തരാം, പ്രൊമോഷൻ തരാം, നിങ്ങൾക്ക് ചട്ടം ലംഘിച്ച് സ്ഥാനക്കയറ്റവും നൽകാം. കൊലപാതകികളെ ഇതിലെ എന്നൊരു ബോർഡും കൂടി അവിടെ വെച്ചാൽ മതി. ഇനി വേണ്ടത് മാനഭംഗ കേസിലെ പ്രതികളെ കൂടി അവിടെ കൊണ്ട് വാഴിക്കൂ. അങ്ങനെ ശിശുക്കളെ എന്തോരം പബ്ലിക് റിലേഷൻസ് ആണ് ഇവർ നടക്കുന്നത്. ഒരു കുട്ടി വരുന്നു, പേരിടുന്നു, അതുമായി ചിത്രങ്ങൾ കൊടുക്കുന്നു, സകല മാധ്യമങ്ങൾ അത് വാഴ്ത്തിപ്പാടുന്നു, വീഡിയോ കൊടുക്കുന്നു, പാട്ട് പാടുന്നു, എന്നിട്ട് അവിടെ നടക്കുന്നത് എന്താണ്? അപ്പൊ PR-ന്റെ മറവിൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയണം. ഇതുവരെ അവിടെ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു. ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം വേണം. ബന്ധപ്പെട്ട മന്ത്രി വീണ ജോർജിന്റെ പ്രതികരണം വേണം. വീണ ജോർജിനൊപ്പം നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഒപ്പം ജനറൽ സെക്രട്ടറിയും ഉണ്ട്. ഈ കൊലക്കേസ് പ്രതി അവിടെ വെച്ച് വാഴിക്കുന്നവർ. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയേണ്ടത് അവരുടെ പ്രതികരണം എന്താണ്, ആരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിങ്ങളുടെ സ്വന്തം താല്പര്യമാണോ എന്നുള്ളതിനൊക്കെ മറുപടി ലഭിക്കണം. ഇത് തുടർച്ചയായി ജനം TV ഫോളോ അപ്പ് ചെയ്യും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കൊരല്പം പുണ്യം തേടാം. ഇനി ദർശനം. കേരളവുമായി ആത്മബന്ധമുള്ള ഒരു ആശ്രമം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിലുണ്ട്. കേരളത്തിലെ പ്രബല സാമുദായിക വിഭാഗമായ ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടേതാണ് ഈ ആശ്രമം. ഗംഗയുടെ തീരത്ത് 8 ഏക്കറിലധികം ഭൂമിയിലുള്ള വ്യാസമന്ദിർ എന്ന ആശ്രമം എല്ലാ അർത്ഥത്തിലും മറ്റൊരു ലോകമാണ്. പ്രകൃതിയാണ് ഈശ്വരൻ. ആ പ്രകൃതി തന്നെയാണ് ഇവിടേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ഗംഗാദേവിക്കരികിൽ ശാന്തമായി ചെലവിടാം. കണ്ടതും കാണാത്തതുമായുള്ള പലതരം വൃക്ഷങ്ങൾ. ഇടതൂർന്നു നിൽക്കുന്ന ആ മരത്തണലിൽ ശാന്തിയും സമാധാനവും സന്തോഷവുമൊക്കെ നാം അറിയാതെ തന്നെ നമ്മെ സ്പർശിച്ചിരിക്കും. ഗംഗാനദിയുടെ തീരത്ത് 8 ഏക്കറിലധികം ഭൂവിസ്തൃതിയിലാണ് വ്യാസമന്ദിർ. ഭഗവാൻ വേദവ്യാസന്റെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം. കൂടാതെ സന്യാസി ശ്രേഷ്ഠനായ സുധീന്ദ്രതീർത്ഥ സ്വാമികളുടെ മഹാസമാധി പീഠവും ഭക്തർക്ക് സദാ അനുഗ്രഹം വർഷിച്ച് ഉണ്ടിവിടെ. ഞങ്ങളുടെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ കാശിമഠ സംസ്ഥാനം, ഞങ്ങളുടെ ഉത്ഭവസ്ഥാനം എന്ന് പറഞ്ഞാൽ തന്നെ ബനാറസിലാണ്. ബനാറസിൽ നിന്ന് ഞങ്ങളുടെ സ്വാമിജി, ഓരോ സ്വാമിജികൾ പരമ്പരയായിട്ടുള്ള
ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ കുറേ ആശ്രമങ്ങൾ ഇതുണ്ട്. അതിൽ 48 ബ്രാഞ്ചസ് ഉണ്ട് ഓൾ ഓവർ ഇന്ത്യയിൽ. അതിൽ മെയിൻ മുഖ്യമായിട്ടുള്ള ഒരു ബ്രാഞ്ചാണ് ഞങ്ങളുടെ ഇവിടെ വ്യാസ് മന്ദിർ ഹരിദ്വാറിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഗംഗാ ക്ഷേത്രത്തിൻ്റെ ഗംഗാ തട്ടിൻ്റെ മുകളിലായിട്ട് സ്വാമിജി ഒരു 8.5 ഏക്കറിൽ ചെയ്ത ആശ്രമമാണ് ഇത്. ഇതിൽ ഞങ്ങളുടെ വ്യാസ ഭഗവാന്റെ പ്രതിഷ്ഠയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ ഇത് ഇപ്പോഴത്തെ സ്വാമിജിയുടെ അങ്ങയുടെ ഗുരുവായിട്ടുള്ള അങ്ങയുടെ വൃന്ദാവനമാണ്. HS ശ്രീമദ് സുധീന്ദ്ര തീർത്ഥ സ്വാമിജി എന്ന് പറയും. അങ്ങേര് 1988 സ്ഥാപിച്ച സ്ഥാനമാണ് ഇത് ഹരിദ്വാറിൽ വ്യാസ് മന്ദിർ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഭക്തജനങ്ങളൊക്കെ വരാറുണ്ട്. ഏതൊരു ഭക്തനും ഇവിടെ എത്താം. താമസവും നല്ല സസ്യാഹാരവും ലഭ്യമാണ്. ഗംഗാസ്നാനം, ഗംഗാരതി തുടങ്ങി കുറച്ച് ദിവസങ്ങളെങ്കിലും ആധ്യാത്മികതയിൽ അലിഞ്ഞു ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം സ്വർഗമാണ്. ഇവിടെ താമസിക്കാനായിട്ട് ഒരു 100 മുറികളുണ്ട്. മൂന്നും വെവ്വേറെ കമ്പൗണ്ട് പോലെയാണ്. മുമ്പിൽ ഒരു 10-30 റൂമുണ്ട്, പുറകിൽ ഒരു 40 റൂമുണ്ട്. അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഒരു ഹാളൊക്കെ ഉണ്ട്. അതിൽ ഭാഗവതത്തിൻ്റെ പ്രോഗ്രാമൊക്കെ കുറേ നടക്കാറുണ്ട് കൊല്ലങ്ങളിൽ. കുറേ ഭക്തജനങ്ങളൊക്കെ വരാറുണ്ട് ഇവിടെ. അതേപോലെ ഒരു അന്നപൂർണ്ണയുണ്ട്. അവിടെ ഞങ്ങൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യും. ശുദ്ധ ഭക്ഷണമാണ്. സവാള അങ്ങനത്തെ പോലെ ഒന്നും ഉപയോഗിക്കാറില്ല. എല്ലാ ദിവസവും കുറഞ്ഞത് എങ്ങനെയായാലും ഒരു 100-150 പേരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാറുണ്ട്. അതേപോലെ അന്നദാനവും നടക്കാറുണ്ട് ഞങ്ങളുടെ ആശ്രമത്തിൽ. കാലത്ത് ഒരു 100-150 സാധുക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാറുണ്ട്. ഒരു ഹോസ്പിറ്റലുണ്ട്, ഫ്രീ ആയിട്ടാണ് അത് സഞ്ചാലിക്കണത്. ഇവിടുത്തെ ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്കും പിന്നെ ആര് വന്നാലും അത് ഫ്രീ ആയിട്ടാണ്. സഞ്ജയ് കൗശലിനൊപ്പം എസ് നന്ദഗോപൻ, ജനം, ഡൽഹി. അങ്ങനെ പുത്തൻപുലരിയുടെ സമയം അവസാനിച്ചു എന്ന് തന്നെ പറയണം. ഒപ്പം നിരവധി വാർത്തകളുണ്ട്, ബ്രേക്കിംഗ് വാർത്തകളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ CWCയിലെ അടക്കം നമ്മൾ വിശദമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ കാണണം. അതുകൊണ്ട് പ്രേക്ഷകരൊന്നും നേരത്തെ പ്രദീപ് പറഞ്ഞതുപോലെ തന്നെ മറ്റ് വാർത്തകളിലൊന്നും പോകാതെ ഇതേപോലുള്ള സത്യസന്ധമായ വാർത്തകൾ കൂടെ കാണണമെന്നാണ് പറയാനുള്ളത്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് പുത്തൻപുലരി ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്തേ. നമസ്തേ.